ഫസ്റ്റ് യൂണിറ്റ് ആണ് ഇന്ന് നടക്കുക. നമുക്കിന്ന് ജോയ് സാറാണ് ഫാക്കൽറ്റി ആയിട്ടുള്ളത്. സാറ് എക്സ്റ്റേണൽ ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നു. സോഷ്യോളജി അതുപോലെ ഇംഗ്ലീഷ് സബ്ജക്റ്റുകളൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നത്. IIT നഴ്സിംഗ് കോളേജിലാണ് മലപ്പുറത്ത്. സാറ് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ഗ്രേസ് വാലിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ RMC റീജിയണൽ മാനേജ്മെന്റ് കോളേജിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സാറ് കൂടുതൽ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. നിങ്ങൾക്ക് വേണ്ടി സാറിനെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് വെൽക്കം ചെയ്യുന്നു. സാർ ക്ലാസ് തുടങ്ങിയുള്ളൂ. സാർ വേണമെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ ബീയിങ് വിത്ത് അസ്. താങ്ക്സ് അലോട്ട്. താങ്ക് യു സാർ. പിന്നെ നമ്മളിന്ന് നമ്മുടെ ഈ യൂണിറ്റ് പങ്കെടുക്കുന്ന എല്ലാവർക്കും വെൽക്കം. എന്നെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സാർ പറഞ്ഞു കഴിഞ്ഞു. ഇനി പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഇത് നമുക്ക് നമ്മുടെ സിലബസിലേക്ക് കടക്കാമെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂണിറ്റ് 1 കൺസെപ്റ്റ്, പ്രിൻസിപ്പിൾസ് ആൻഡ് ഫോംസ് എന്ന ഭാഗമാണ്. നമ്മൾ സ്ക്രീനിൽ കാണുന്നുണ്ട് അൺസീൻ എഞ്ചിൻ ഓഫ് കോമേഴ്സ്. അൺസീൻ എഞ്ചിൻ ഓഫ് കോമേഴ്സ് ഉദ്ദേശിക്കത്തിലുള്ള ഒരു റോ മെറ്റീരിയല് അത് ഫാക്ടറിയിൽ പോയി അത് അവിടെ പ്രൊഡക്ഷൻ നടത്തി ആ പ്രൊഡക്ഷൻ യൂണിറ്റിൽ നിന്ന് അൾട്ടിമേറ്റ് കസ്റ്റമർ അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ബയറിലേക്ക് എത്തുന്ന ആ സംവിധാനത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ലോജിസ്റ്റിക് സംവിധാനം എന്ന് പറയപ്പെടുന്നത്. ഇനിയിപ്പോ ഇതില് നമുക്ക് ഫസ്റ്റ് നമുക്ക് ലെഫ്റ്റ് സൈഡിലെ പിക്ചർ നമുക്ക് കാണാൻ സാധിക്കും. ഒരു പഴയ കാലത്തെ ഒരു ആർമി യൂണിറ്റ്സിനെയാണ് നമുക്ക് കാണുന്നത്. അതായത് BC 2000 മുതൽ തന്നെ ഈ ലോജിസ്റ്റിക് എന്നുള്ള സംവിധാനം നിലവിലുണ്ടായിരുന്നു. പക്ഷെ അന്നെല്ലാം മാസ് മൂവ്മെന്റ്സ് ഉണ്ടായിരുന്നില്ല. മാസ് മൂവ്മെന്റ്സ് ആർമി റിലേറ്റഡും അല്ലെങ്കിൽ ഫോഴ്സ് റിലേറ്റഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ നമ്മളിപ്പോ കാണുന്നത് ഇത് അനിമൽ ട്രാൻസ്പോർട്ടാണ്. ഇപ്പോഴും ഇന്ത്യൻ ആർമിയിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു സംവിധാനമാണ് അനിമൽ ട്രാൻസ്പോർട്ട്. 2 തരത്തിലുള്ള ട്രാൻസ്പോർട്ട് ഉണ്ട്. മെക്കാനിക്കൽ ട്രാൻസ്പോർട്ട്, രണ്ടാമത് അനിമൽ ട്രാൻസ്പോർട്ട്. ഈ അനിമൽ ട്രാൻസ്പോർട്ടാണ് നമ്മൾ കാണുന്നത്. അന്ന് കാലത്ത് മാസ് മൂവ്മെന്റിന് ഇതാണ് ഉപയോഗിച്ചിരുന്നത്. അത് ബാബിലോണിയയിലാണ് തുടങ്ങിയതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇതില് ഈ വേർഡ് ലോജിസ്റ്റിക് എന്നുള്ള വാക്ക് എവിടെ നിന്ന് ഉത്ഭവിച്ചു എന്നതിനെ കുറിച്ചിട്ട് ഗ്രീക്കിലെ ലോഗോസ് എന്ന വേർഡും, അതായത് ഓർഡർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രീതി എന്നുള്ള മീനിങ്ങിലാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഫ്രഞ്ച് ഭാഷയിലെ ലോഗർ, അതായത് ആർട്ട് ഓഫ് വാർ, അതായത് അന്ന് കാലത്ത് വാറിനാണ് ഇത് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മളത് ബിസിനസ്സിലേക്കും മറ്റു പല കാര്യങ്ങൾക്ക് അത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയിരിക്കണം. ഇതിൽ പറയുന്നുണ്ട് ബാബിലോണി എന്ന സ്ഥലം ഇറാഖിലാണ്. അതായത് ബാഗ്ദാദിനടുത്ത് നമ്മുടെ യൂഫ്രട്ടീസ് ടൈഗ്രിസ് നദിയുടെ ഇടയ്ക്കുള്ള ഭാഗത്തിനാണ് ഈ സിവിലൈസേഷൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അത്രയും അന്ന് കാലം മുതൽ തന്നെ അവിടെ ലോജിസ്റ്റിക് എന്നുള്ള സംവിധാനം നിലവിലുണ്ടായിരുന്നു. അത് ഇങ്ങനെയായിരുന്നു. അതായത് ആംസ് ആൻഡ് അമ്മുണിഷൻ, അതുപോലെ തന്നെ പടയാളികൾക്ക് വേണ്ടിയിട്ടുള്ള മറ്റ് എക്യുപ്മെന്റ്സ്, അവരുടെ ഹോസ്പിറ്റൽ സംവിധാനം, അവരുടെ മെസ്സ്, അതായത് ഒരു മാസ് മൂവ്മെന്റ് ആണ്. 50,000 1 lakh വരെ സോൾജേഴ്സ് ഒക്കെ ട്രാവൽ ചെയ്യുമ്പോൾ അവർക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഇവിടുന്ന് ക്യാരി ചെയ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് ഫോഴ്സിലാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെട്ടിരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അതിന്റെ ഉത്ഭവം അവിടെ നിന്നാണ് പറയാനായിട്ട് സാധിക്കുന്നത്. ഇതിന്റെ പിക്ചറിന്റെ റൈറ്റ് സൈഡിൽ നമുക്ക് കാണിക്കുന്നത് ഇതൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ്. സാധാരണ അന്ന് ആ കാലങ്ങളിലൊക്കെ പ്രൊഡക്ഷൻ ആളുകൾ പോയിട്ട് പ്രൊഡ്യൂസ് ചെയ്തായിരുന്നു. ഇത് വെച്ചാൽ ചെയിൻ പ്രൊഡക്ഷൻ ആണ്. അതായത് ഇന്നത്തെ കാലത്ത് നമുക്ക് കാർ മാനുഫാക്ചറിങ് ഫാക്ടറിയിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഇതെല്ലാം എന്താ പറയാ ഓട്ടോമാറ്റിക് ഹാൻഡ്സ് ആണ് വർക്ക് ചെയ്യുന്നത്. ഇത് എന്താ പറയാ ഒരു ബെൽറ്റിൽ കൂടെ ഓരോ എക്യുപ്മെന്റ്സ് വരുന്നു, അതിനാവശ്യമുള്ള കാര്യങ്ങൾ ഫിറ്റ് ചെയ്യപ്പെടുന്നു, അത് ഓട്ടോമാറ്റിക്കായിട്ട് മൂവ് ചെയ്യപ്പെടുന്നു, വീണ്ടും അടുത്ത ഐറ്റം വരുന്നു. അങ്ങനെ ഈ പ്രൊഡക്ഷൻ ചാനലിൽ കൂടെയാണ് പ്രൊഡക്ഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എവല്യൂഷൻ ഓഫ് ബിസിനസ് ഇമ്പരേറ്റീവ് ഇത് ഉദ്ദേശിക്കുന്നത് 1765 ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ബ്രിട്ടനിലാണ് തുടങ്ങുന്നത്. അത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ബ്രിട്ടനിൽ തുടങ്ങിയും അതോടൊപ്പം ആവി എഞ്ചിന്റെ കണ്ടുപിടുത്തത്തോടു കൂടിയാണ് നമ്മുടെ ലോകം തന്നെ ഇത്രയ്ക്കൊരു ഹൈ മൂവ്മെന്റ് എന്ന രീതിയിലേക്ക് വന്നത്. അതൊരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു സംവിധാനമാണ് നമ്മുടെ ലോകത്ത് നിലവിലിരുന്നത്. നമുക്കറിയാം ജെയിംസ് വാട്ടാണ് ആവി എഞ്ചിൻ കണ്ടുപിടിച്ചിരിക്കുന്നത്. ആവി എഞ്ചിൻ കണ്ടുപിടിച്ചതോടുകൂടി എന്തായി, പല ട്രെയിൻ സംവിധാനങ്ങളും 1765 മുതലേ ആവി എഞ്ചിൻ കണ്ടുപിടിച്ച് അതിൻ്റെതായിട്ടുള്ള ഗുഡ്സ് ക്യാരിയും കാര്യങ്ങളൊക്കെ നടന്നു വന്നിരുന്നു. ഇനി 1801 അസംബ്ലി പ്രൊഡക്റ്റ്
അതായത് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുക മാത്രമല്ല, അസംബ്ലിങ് യൂണിറ്റുകൾ. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ ഇവിടുത്തെ ഒരുവിധം മൊബൈൽ ഫോണുകളെല്ലാം ഇത് അസംബിൾ ചെയ്യപ്പെടുന്നതും അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതും ചൈനയിലാണ്. അതിന്റെ പ്രത്യേകിച്ച് ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ലേബർ ചീപ്പാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ മൊബൈലിലൊക്കെ മെയ്ഡ് ഇൻ ചൈന എന്നാണ് പറയുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അസംബിൾ ചെയ്യപ്പെടുന്നത് അവിടെയാണ്. അപ്പോൾ അസംബ്ലിങ് യൂണിറ്റ്സുകൾ വന്നു, പ്രൊഡക്ഷൻ യൂണിറ്റ്സിന്റെ ഒപ്പം അസംബ്ലി യൂണിറ്റുകളും വന്നു. പിന്നെ റോ മെറ്റീരിയൽസ് എല്ലാം, റോ മെറ്റീരിയൽ സ്റ്റോർ, അത് നമുക്ക് പിന്നീട് പറയാം. പിന്നെ ഫോർഡ് റെവല്യൂഷൻ ഉദ്ദേശിക്കുന്ന ഇത്രേ ഉള്ളൂ. ഹെൻറി ഫോർഡാണ് നമ്മുടെ വാഹനങ്ങളിലൊക്കെ എഞ്ചിൻ കണ്ടുപിടിക്കുന്നത്. അങ്ങനെ 1900 ആ കാലഘട്ടം ആകുമ്പോഴേക്കും ഒരു നമ്മുടെ വെഹിക്കുലർ ട്രാൻസ്പോർട്ട് നമുക്ക് കൂടുതൽ ഉപയോഗിക്കാനായിട്ട് വരുന്നു. നമ്മുടെ നാട്ടിൽ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വന്നിരുന്നെങ്കിലും മറ്റു നാടുകളിലെല്ലാം വെഹിക്കുലർ ട്രാൻസ്പോർട്ട് വന്നു. അങ്ങനെ ഗുഡ്സ് ആൻഡ് സർവീസസ് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം കൂടി ഉണ്ടായി. ആവി എഞ്ചിന് പരിമിതികളൊക്കെ ഉണ്ടായെങ്കിലും ഇത് കുറച്ചും കൂടി നമുക്ക് ഫെയറബിളായിട്ട് വരാൻ തുടങ്ങി. ഇനി വേൾഡ് വാർ ടു, അതായത് ഫസ്റ്റ് വേൾഡ് വാർ ആൻഡ് സെക്കൻഡ് വേൾഡ് വാർ, ലോക മഹായുദ്ധ കാലങ്ങളിലാണ് ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ പുതുതായിട്ട് വന്നിട്ടുള്ളത്. വേൾഡ് വാർ ടുവിന് നമുക്കറിയാവുന്നതാണ്. അതായത് ഇത്രയും രാജ്യങ്ങൾ പങ്കെടുത്ത ഒരു വലിയ യുദ്ധമായിരുന്നു. ഈ യുദ്ധത്തില് ഒരുപാട് ഗുഡ്സ് ആൻഡ് സർവീസസ് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യകത വന്നു. അപ്പോൾ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ പുതിയ സംവിധാനങ്ങളും നിലവിൽ വന്നിരിക്കുന്നു. പിന്നെ 1980-കളിൽ ഇത് ബിസിനസ്സിൽ കൂടുതലായിട്ട് വരുന്നത് വേൾഡ് വാറിന് ശേഷമാണെങ്കിലും, പിന്നെ 1980 ആകുമ്പോഴേക്കും എല്ലാ സ്ഥലത്തും എല്ലാ വെഹിക്കിൾസും എല്ലാം എത്തുന്ന ഒരു അവസ്ഥ വരികയും ഗുഡ്സ് ആൻഡ് സർവീസസ് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള നല്ലൊരു ഫെസിലിറ്റീസ്, നമ്മുടെ നല്ലൊരു ചെയിൻ സർവീസ് ആണിത്. ശരിക്കും നമുക്കറിയാം, ഒരു ട്രാൻസ്പോർട്ടിൽ ഒരു ഗുഡ്സ് നമ്മൾ ഇവിടുന്ന് കയറ്റി ബോംബെയിലേക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ ആ വെഹിക്കിൾ ചിലപ്പോൾ തിരിച്ചു വരുന്നത് മാസങ്ങൾക്ക് ശേഷമായിരിക്കും നമ്മുടെ കേരളത്തിലേക്ക് തിരിച്ചെത്തുന്നത്. ഇതിന്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഏറ്റവും ചീപ്പായിട്ട് ഗുഡ്സ് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു ട്രിപ്പ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോംബെയിൽ ഗുഡ്സ് ഇറക്കി അവിടെ നിന്ന് വേറെ ഗുഡ്സ് കിട്ടിയിട്ട് ചിലപ്പോൾ അഹമ്മദാബാദിലേക്കായിരിക്കും പോകുന്നത്. ആ ഗുഡ്സ് അഹമ്മദാബാദിലേക്ക് പോകുന്നു. ചിലപ്പോൾ അഹമ്മദാബാദിൽ നിന്ന് പിന്നെ നമുക്കിവിടെ വണ്ടി കാര്യമായിട്ട് വരും. അപ്പോൾ എന്ത് ചെയ്യും, അവിടെ നിന്ന് ഗുഡ്സ് എടുത്തിട്ട് വേറെ സ്ഥലത്തേക്ക് പോകുന്നു. അങ്ങനെ കറങ്ങി പല സ്ഥലങ്ങളിലും കൂടിയിട്ടാണ്. ഇപ്പൊ പിന്നെ മൊബൈൽ സംവിധാനം കൂടി വന്നതോടുകൂടി ഈ ട്രാൻസ്പോർട്ടിംഗ് മേഖലയ്ക്ക് നല്ലൊരു ഉണർവാണ് ഇതിൽ ഉണ്ടായിട്ടുള്ളത്. ഇനി 2000 ആണ്ടിലെ ടോട്ടൽ ഇന്റഗ്രേഷൻ, അതായത് ടെക്നോളജിയുടെ വർധനയോടുകൂടി എല്ലാം ഇന്റർ കണക്ട് ചെയ്യപ്പെട്ടു. ഇപ്പൊ എല്ലാവർക്ക് വളരെ കൃത്യമായിട്ട് ട്രാൻസ്പോർട്ടിംഗ് കമ്പനികൾക്ക് അറിയാൻ സാധിക്കും ഏത് ഗുഡ്സ് എവിടെ അവൈലബിൾ ആണ്, എനിക്ക് ട്രിപ്പ് എവിടെ നിന്ന് എടുക്കണം, ഈ ഗുഡ്സ് ആൻഡ് സർവീസ് എപ്പോൾ ഏത് സ്ഥലത്തേക്ക് എത്തിക്കാൻ സാധിക്കും എന്നുള്ളതൊക്കെ വളരെ വ്യക്തമായിട്ട് അവർക്ക് ചെയ്യാൻ സാധിക്കും. ഇതിൽ പിന്നെ പറയുന്നുണ്ട് അപ്സ്ട്രീം ജേണി ഫ്രം സപ്ലയർ ടു പ്രൊഡക്ഷൻ. അതായത് സപ്ലയറിലേക്ക്, അതായത് റോ മെറ്റീരിയൽ ശേഖരിച്ച് അത് പ്രൊഡക്ഷൻ യൂണിറ്റിൽ കൊണ്ടുവന്ന് പ്രൊഡക്ഷൻ യൂണിറ്റിൽ വന്ന് അത് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. അത് റോ മെറ്റീരിയൽസ് മാത്രമല്ല, പാർട്സ് ആകുമ്പോൾ സാധാരണയായിട്ട് അതൊരു അസംബ്ലിങ് യൂണിറ്റ് ആയിട്ടാണ് വരാം. അല്ല, റോ മെറ്റീരിയൽ കളക്ട് ചെയ്യുകയാണെങ്കിൽ അത് പ്രൊഡക്ഷൻ യൂണിറ്റ് ആയിട്ട് വരും. ഈ പ്രൊഡക്ഷൻ യൂണിറ്റ് ഓർ അസംബ്ലി യൂണിറ്റ് അവിടെ നിന്ന് അത് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട് അസംബിൾ ചെയ്യപ്പെട്ടിട്ട് അവിടെ നിന്ന് ട്രക്ക് വഴിയോ, ഇപ്പൊ നമുക്ക് ഒരുപാട് സംവിധാനങ്ങളുണ്ട്, ബൈ എയർ, ബൈ സീ, ബൈ റോഡ്, ഈ 3 രീതിയിലൂടെയും പ്രൊഡക്റ്റ് ഏറ്റവും കുറഞ്ഞ ചെലവിൽ എത്തിക്കാൻ പറ്റുന്ന രീതിയിൽ അതായത് കസ്റ്റമറിനോ അല്ലെങ്കിൽ അതിന്റെ റീറ്റെയിൽ ഗോഡൌണിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ലോജിസ്റ്റിക്കിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശമായിട്ട് തന്നെ പറയുന്നത്. ഇതിൽ പറയുന്നുണ്ട് പിന്നെ ഇൻബൗണ്ട് അല്ലെങ്കിൽ ബ്രാക്കറ്റിൽ പറഞ്ഞു അപ്സ്ട്രീം ലോജിസ്റ്റിക്. ഇതില് ദി ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു സോഴ്സിങ്, അക്വയറിംഗ്, റിസീവിംഗ്, സ്റ്റോറിംഗ് ആൻഡ് ഡെലിവറിംഗ് റോ മെറ്റീരിയൽസ് ആൻഡ് പാർട്സ് ടു ദ പ്രൊഡക്ഷൻ ഓർ സർവീസ് ഡിപ്പാർട്ട്മെന്റ്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്ത് റോ മെറ്റീരിയൽസും അല്ലെങ്കിൽ പ്രൊഡക്ഷന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ ഇതിന്റെ പാർട്സ് പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് എത്തിക്കുക. ഇതിലാണ് മെയിനായിട്ട് ഇതിൽ ഫോക്കസ് ചെയ്യുന്നത് സ്മൂത്ത്, കോസ്റ്റ് എഫക്റ്റീവ് ഇൻഫ്ലോ ഓഫ് മെറ്റീരിയൽ. കോസ്റ്റ് എഫക്റ്റീവ് അതായത് ലെസ് കോസ്റ്റ്, അതായത് ഏറ്റവും ചീപ്പായിട്ട് രീതിയിൽ എങ്ങനെ ഈ റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ പാർട്സ് നമുക്ക് നമ്മുടേതായിട്ടുള്ള അല്ലെങ്കിൽ പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഇതാണ് ഇൻബൗണ്ട് അല്ലെങ്കിൽ അപ്സ്ട്രീം ലോജിസ്റ്റിക് എന്ന് പറയുന്നത്. പിന്നെ വരുന്ന ഭാഗം കീ ആക്ടിവിറ്റീസ് ഇൻ ദി സ്റ്റേജ്. ഇതിൽ പറയുന്നുണ്ട് സപ്ലൈ സോഴ്സിങ്,
നെഗോസിയേഷനിൽ ഇവർ തമ്മിലുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ നടത്തുന്നു. ഓർഡർ പ്ലേസ്മെന്റ്, ഓർഡർ എത്രയുണ്ട് അതനുസരിച്ചിട്ട് വേണം പ്രൊഡക്ഷൻ തയ്യാറാക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യണം ഇത്രയ്ക്ക് ഡിമാൻഡ് ഉണ്ടാവും എന്ന് കരുതിയിട്ട് ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഓർഡർ ഇവർ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുന്നത് അതനുസരിച്ചിട്ട് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യണം. പിന്നെ റിസീവിങ് ആൻഡ് ഇൻസ്പെക്ഷൻ, അതായത് ഈ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസ്പെക്ഷൻ ഉദ്ദേശിക്കുന്നത് QA/QC, നമ്മളിപ്പോ നമ്മുടെ ഈ മെറ്റീരിയൽ പറഞ്ഞിട്ടില്ലെങ്കിലും ക്വാളിറ്റി അഷുറൻസ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ എന്നുള്ള ഡിപ്പാർട്ട്മെന്റ് എല്ലാ പ്രൊഡക്ഷൻ യൂണിറ്റിലും അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഒരു ഗുഡ്സ് ഫൈനൽ പ്രൊഡക്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രത്യേക സംവിധാനത്തിലൂടെ അതിന്റെ നമുക്ക് പറയില്ല ISI മാർക്ക്, അതുപോലെ തന്നെ വേറെ പലതരം ഇപ്പൊ ഗോൾഡിൽ നമുക്ക് വേറെ മാർക്ക് പറയുന്നുണ്ടല്ലോ. അപ്പൊ ഇതുപോലത്തെ ഓരോ സംവിധാനം കിട്ടണമെങ്കിൽ എന്ത് വേണം, അവിടെ ക്വാളിറ്റി അഷുറൻസ് അല്ലെങ്കിൽ ക്വാളിറ്റി കൺട്രോൾ എന്നുള്ളൊരു സംവിധാനം ഉണ്ടാകണം. ഈ സംവിധാനത്തിലും കൂടെ പാസ്സായതിനു ശേഷം മാത്രമേ ഫൈനൽ ഗുഡ്സ് ആയിട്ട് അതിനെ സീൽ ചെയ്ത് പാക്ക് ചെയ്ത് അത് ആവശ്യമുള്ള സ്ഥലത്തേക്ക് ഡെസ്പാച്ച് ചെയ്യുള്ളൂ. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞത് ഇൻബൗണ്ട് സ്ട്രീമും, അടുത്ത് വരുന്നത് ഔട്ട്ബൗണ്ട് അതായത് ഡൗൺ സ്ട്രീം ലോജിസ്റ്റിക്സ് ആണ്. ഇതിൽ പറയുന്നത് ദി കളക്ഷൻ, സ്റ്റോറേജ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി ഫൈനൽ ഗുഡ്സ് ആൻഡ് റിലേറ്റഡ് ഇൻഫോർമേഷൻ ഫ്രോം ദി മാനുഫാക്ചറിങ് യൂണിറ്റ് ടു ദി എൻഡ് കസ്റ്റമർ. അതായത് ദി ഫൈനൽ കസ്റ്റമർ അല്ലെങ്കിൽ ഫൈനൽ യൂസർ ഇവിടേക്ക് എത്തിക്കുന്ന ആ സംവിധാനത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഔട്ട്ബൗണ്ട്. ദാറ്റ് മീൻസ് എക്സ്റ്റേണൽ ടു ദി ഫാക്ടറി. അതായത് ഫാക്ടറിക്ക് പുറത്ത്, ഫാക്ടറിയിൽ നിന്ന് ഒരു ലോജിസ്റ്റിക് പുറപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂസറിനെ എത്തിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് പറയാം വെയർ ഹൗസിൽ ഉണ്ടെങ്കിൽ അവിടെ ആയിരിക്കും സ്റ്റോർ ചെയ്യപ്പെടുക. കാരണം അവർക്ക് അവിടെ നിന്ന് പെട്ടെന്ന് ഈ ഗുഡ്സ് വേറെ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാനും ട്രാൻസ്മിറ്റ് ചെയ്യാനും സാധിക്കും. രണ്ടാമത് മെറ്റീരിയൽ വെയർ ഹൗസ് ടു പ്രോസസ് ഓർഡേഴ്സ് എഫക്റ്റീവ്ലി. അതായത് വെയർ ഹൗസിന്റെ ഉള്ളിലുള്ള മൂവ്മെന്റ്, വലിയ വലിയ വെയർ ഹൗസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഏത് ഗുഡ്സ് ആണ് പുറത്തേക്ക് പോകേണ്ടത് അത് അതിന്റെ ഫ്രണ്ട് സൈഡിലും ഇത് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ചെറിയ മോഡൽ വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള എക്യുപ്മെന്റ്സ് ആണ് ഇപ്പോൾ ഇതിനെല്ലാം ഉപയോഗപ്പെടുന്നത്. ആളുകളുടെ ഹാൻഡ്ലിംഗ് വളരെ കുറച്ചിരിക്കുകയാണ്. ട്രാൻസ്പോർട്ടേഷൻ, ദി ഫിസിക്കൽ ഡെലിവറി ഓഫ് ഗുഡ്സ് ടു ദി ഡിസ്ട്രിബ്യൂട്ടർ, ഡീലർ ആൻഡ് എൻഡ് കസ്റ്റമർ. അതായത് ഫിസിക്കൽ ഡെലിവറി, ഗുഡ്സ് അവിടെ നിന്ന് കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫിസിക്കലായിട്ട് ഇതിന്റെ മാനുഫാക്ചറോ അല്ലെങ്കിൽ മാനുഫാക്ചറോ ഗോഡൌണിലേക്കോ അത് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നു. പിന്നെ പാക്കിംഗ് ഇൻക്ലൂഡ്സ് ബോത്ത് ട്രാൻസ്പോർട്ട് ആൻഡ് പാക്കിംഗ്. ബൾക്ക് സേഫ് ട്രാൻസിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേക ഒരു ശ്രദ്ധ കൊടുക്കേണ്ട. കാരണം നമ്മളൊരു ഗുഡ്സ് അല്ലെങ്കിൽ ഒരു പാക്ക് നമ്മളെ ഒരു വണ്ടിയിൽ പാക്ക് ചെയ്യപ്പെടുമ്പോൾ നമ്മൾ ഗ്ലാസ് ഐറ്റംസ് ഒക്കെ നമുക്ക് ഗ്ലാസ് ഐറ്റംസ് ഒക്കെ പാക്ക് ചെയ്ത് വന്നിട്ടുള്ള ആ പാക്കിൽ നമുക്ക് കണ്ടാൽ സാധിക്കും ദിസ് സൈഡ് അപ്പ് എന്ന് കാണിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഫ്രൈജൈൽ വിത്ത് കെയർ, ഫ്രൈജൈൽ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പൊട്ടിയിരിക്കുന്ന ഒരു ചിഹ്നമൊക്കെ എഴുതിയിട്ടുണ്ട്. അതായത് അത്രയും കെയറോട് കൂടി, അതായത് അതിന്റെ ഉള്ളിലുള്ള ഐറ്റം പൊട്ടാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ കേടുവരാൻ സാധ്യതയുണ്ട്. ആ രീതിയിലല്ലാതെ അത് സ്റ്റോർ ചെയ്യപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ അതാണ് അങ്ങനെയുള്ള മാർക്കിംഗ് കൊടുക്കുന്നത്. അത് ഓരോ മാനുഫാക്ചേഴ്സും ഓരോ ഐറ്റം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് അവർ കൃത്യമായിട്ട് ചെയ്യലുണ്ട്. അടുത്ത് പറയുന്ന ഭാഗമാണ് നമുക്ക് ഇൻഫോർമേഷൻ ലെയർ, ദി ബ്രെയിൻ ബിഹൈൻഡ് ദി ബ്രോൺ. ഇതിൽ ഓർഡർ പ്രോസസ്സിംഗ്, ദി ട്രിഗർ ഫോർ ദി എൻറ്റയർ ലോജിസ്റ്റിക് പ്രോസസ് എൻകംപാസസ് റിസീവിംഗ്, ഹാൻഡ്ലിംഗ്, ഫയലിംഗ് ആൻഡ് റെക്കോർഡിംഗ് ഓർഡേഴ്സ് ആക്യുറേറ്റ്ലി ആൻഡ് ഫാസ്റ്റ്. എ സിംഗിൾ എറർ ദാറ്റ് ക്യാൻ ഡിസ്റപ്റ്റ് ദി വോൾ ചെയിൻ. അതായത് ഒരു ഓർഡർ നമുക്ക് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ വളരെ കൃത്യമായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ സ്ഥലം തന്നെ മാറി പോയി എന്ന് വരാം. ഒരു സ്ഥലത്തിന് പകരം ചില വേറൊരു സ്ഥലത്തേക്ക് ആയിരിക്കും ചിലപ്പോൾ നമ്മൾ അതിൽ ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ക്വാണ്ടിറ്റിയും അതും കൃത്യമായിട്ട് തന്നെ അത് ഇന്ന് നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും നമുക്ക് ഇമെയിൽ സംവിധാനങ്ങളും സോഷ്യൽ മീഡിയ സംവിധാനം ഉള്ളത് കൊണ്ട് അങ്ങനെ ഒരു മിസ്റ്റേക്ക് വരാൻ സാധ്യത. പക്ഷെ ഇഫ് ഇറ്റ് എ സ്മോൾ മിസ്റ്റേക്ക് ഇറ്റ് വിൽ മേക്ക് എ ഗ്രേറ്റ് ലോസ്. അതാണ് ഇതിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഓർഡർ ഏത് സ്ഥാപനത്തിൽ നിന്ന് വന്നു, എന്താണ് ഓർഡറിന്റെ അതിന്റെ മോഡൽ എത്രയായിരിക്കണം, അതിന്റെ ക്വാണ്ടിറ്റി എത്രയായിരിക്കണം എന്ന് അവർക്ക് കിട്ടണം. ചില പ്രത്യേക പ്രൊഡക്റ്റുകൾ നിശ്ചിത സമയത്തിൽ കിട്ടിയില്ലെങ്കിൽ കൺസ്യൂമർക്ക് അല്ലെങ്കിൽ അതിന്റെ റീറ്റെയിൽ ഡീലർക്ക്, ഇപ്പൊ നമ്മളിപ്പോ ദീപാവലി പോലെ ഉത്സവത്തിന് വേണ്ടി കുറെ
ഡ്രസ് ഐറ്റംസ് നമ്മൾ ബുക്ക് ചെയ്യുന്നു, അത് ദീപാവലിക്ക് ശേഷം എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന്റെ എന്തെങ്കിലും ഗുണമുണ്ടോ? അപ്പൊ അതെല്ലാം നേരത്തെ കണ്ട് അത് സമയബന്ധിതമായിട്ട് ഞാൻ എന്റെ ഭാഗങ്ങൾ വേറെ വരുന്നുണ്ട് നമുക്ക് പഠിക്കാനായിട്ട്, സമയബന്ധിതമായിട്ട് അവിടെ എത്തിക്കണം. അതാണ് നമ്മുടെ ലോജിസ്റ്റിക്കിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത്. പിന്നെ ഇൻഫർമേഷൻ സിസ്റ്റം, ദി യൂസ് ഓഫ് ടെക്നോളജി ഫോർ ഇൻഫർമേഷൻ ഐഡന്റിഫിക്കേഷൻ, ആക്സസ്, സ്റ്റോറേജ്, അനാലിസിസ് ആൻഡ് ഡിസിഷൻ സപ്പോർട്ട്. ഇത് ഇന്നത്തെ കാലത്ത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എല്ലാത്തിനും നമുക്ക് ഇലക്ട്രോണിക് സംവിധാനങ്ങളും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സംവിധാനം ഉള്ളത് കൊണ്ട് ഈ സിസ്റ്റത്തിൽ നമുക്ക് ഒരു ട്രാൻസ്പോർട്ട് ഇവിടുന്ന് പുറപ്പെട്ടാൽ തന്നെ അത് ട്രാക്ക് ചെയ്യാൻ സാധിക്കും. നൗ വേർ ഇറ്റ് ഈസ്, എവിടെ വരെ എത്തി, എന്ന് നമുക്ക് എത്തും, ഏത് സമയത്തെത്തും, അതെല്ലാം കൃത്യമായിട്ട് ട്രാക്ക് ചെയ്താനും കണ്ടുപിടിക്കാനുള്ള ഇൻഫർമേഷൻ സംവിധാനം നമുക്ക് ഇവിടെ ഉണ്ട്. ഇപ്പൊ ഏത് സ്റ്റോറേജിൽ എത്തിയിരിക്കുന്നു, ഇനി അവിടെ നിന്ന് എപ്പോൾ പുറപ്പെടും, അപ്പൊ നമുക്കൊരു അതായത് നമ്മുടെ ഗുഡ്സ് എപ്പോൾ ഇന്ന സ്ഥലത്ത് എത്തിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള നമ്മൾ ഓർഡർ ചെയ്ത ഗുഡ്സ് എന്ന് എത്തും എന്ന് കൃത്യമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാനുള്ള സംവിധാനങ്ങൾ അവൈലബിൾ ആണ്. ഇൻവെന്ററി കൺട്രോൾ. ഇൻവെന്ററി എന്ന് പറയുന്നത് ടോട്ടൽ സ്റ്റോക്ക് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് എത്ര പ്രൊഡക്റ്റ് ആണുള്ളത്, ആ പ്രൊഡക്റ്റിനെയാണ് നമ്മൾ ഇൻവെന്ററി എന്ന് പറയുന്നത്. എല്ലാം പ്രോപ്പർ റെക്കോർഡ്സ് ഉണ്ടാവും. എത്ര പീസ് ഉണ്ട്, ഓരോ പീസിന് എത്ര വെയിറ്റ്, അതിന്റെ ഡിസ്ക്രിപ്ഷൻസ് മൊത്തം ഉണ്ടാവും, എന്തെല്ലാം പ്രൊഡക്റ്റ് ആണുള്ളത്. പിന്നെ ഓരോ പ്രൊഡക്റ്റിനും പ്രത്യേകം സീരിയൽ നമ്പേഴ്സ് ഉണ്ടാവും. അപ്പോൾ ആ സീരിയൽ നമ്പർ ഉണ്ടെങ്കിൽ അത് ഇന്ന പ്രൊഡക്റ്റ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. ബാലൻസിങ് ആക്ട് ഓഫ് ഹാവിംഗ് ഇനഫ് സ്റ്റോക്ക് ടു മീറ്റ് കസ്റ്റമർ റിക്വയർമെന്റ്സ് വൈൽ കീപ്പിംഗ് ക്യാരിയിങ് കോസ്റ്റ് ലോ. അതായത് ക്യാരിയിങ് കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ലോജിസ്റ്റിക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കാര്യം. അപ്പൊ അതുകൊണ്ട് എത്രത്തോളം കസ്റ്റമറിന്റെ റിക്വയർമെന്റ് എത്രയുണ്ട്, അത്രയും ആവശ്യത്തിനുള്ള ആവശ്യത്തിനുള്ള ഗുഡ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടാകണം. അത് സപ്ലൈ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം. അടുത്ത ക്രിട്ടിക്കൽ മെട്രിക്, ലീഡ് ടൈം, ദി ടൈം ബിറ്റ്വീൻ ദി ഓർഡർ ഓഫ് ന്യൂ സ്റ്റോക്ക് ആൻഡ് വെൻ ഇറ്റ് ഈസ് റിസീവ്ഡ് ആൻഡ് അവൈലബിൾ ഫോർ യൂസ്. നമ്മൾ ഇത് ഉദ്ദേശിക്കുന്നത്, ലീഡ് ടൈം ഉദ്ദേശിക്കുന്നത് നമ്മൾ ഓർഡർ കൊടുത്ത തീയതി മുതൽ ആ ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് ഇതിന്റെ ഫൈനൽ ബയറുടെ അടുത്ത് എത്തിച്ചേരുന്നു. അതായത് ഗുഡ്സ് ഓർഡർ ചെയ്ത തീയതി മുതൽ ഇതിന്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എത്തിച്ചേരുന്നു. ആ കാലയളവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലീഡ് ടൈം എന്നിവിടെ ഉദ്ദേശിക്കുന്നത്. റിട്ടേൺ പാത്ത്, കംപ്ലീറ്റിംഗ് ദി ലോജിസ്റ്റിക് ലൂപ്പ്. ഇതിൽ പറയുന്ന കീ കൺസെപ്റ്റ്, റിക്കവറി, റിവേഴ്സ് ലോജിസ്റ്റിക്സ്. റിക്കവറി ആൻഡ് റിവേഴ്സ് ലോജിസ്റ്റിക്, the flow that recovers and recycles products, containers and packaging that have fulfilled their role. അതായത് ചില ഗുഡ്സുകളെല്ലാം നമ്മൾ ഇവിടുന്ന് കയറ്റി അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കയറ്റി അയച്ചിട്ടുള്ള അതിന്റെ ആ കണ്ടെയ്നേഴ്സ് അല്ലെങ്കിൽ അതിന്റെ പാക്കിങ് തിരിച്ച് ആ സ്ഥാപനം തന്നെ എടുക്കുന്ന ഒരു സംവിധാനം. ഇതാണ് റിക്കവറി ഓർ റിവേഴ്സ് ലോജിസ്റ്റിക് എന്ന് ഉദ്ദേശിക്കുന്നത്. സാധാരണയായിട്ട് വരുന്നത് വലിയ ക്യാനുകളാണ്, ചില പ്രത്യേക പെയിന്റും അതുപോലെ തന്നെ ചില ടാർ പോലത്തെ ചില പെയിന്റുകളൊക്കെ വരുന്നുണ്ട്. അവർ തന്നെ തിരിച്ചെടുക്കുന്നതാണ്. ചിലപ്പോൾ അതിൽ തന്നെ വീണ്ടും തിരിച്ച് റീസൈക്ലിംഗ് സംവിധാനത്തിലൂടെ, അതായത് ആ സ്ഥാപനം തന്നെ തിരിച്ചെടുത്തിട്ട് അതിലൂടെ തന്നെ വീണ്ടും ഈ പ്രൊഡക്റ്റ് അവിടേക്ക് എത്തിക്കാനായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഇനി റീസൈക്ലിംഗ് നമുക്ക് ആസിഡ്സ് അറിയുന്ന പോലെ തന്നെയാണ് റീസൈക്ലിംഗ് സംവിധാനം തന്നെയാണ്. നമ്മുടെ കേരളത്തിലെ റീസൈക്ലിംഗ് സംവിധാനത്തിലുള്ള നമുക്ക് സംവിധാനം ഇല്ല. നമുക്ക് റീസൈക്കിൾ നമ്മളൊന്നെല്ലാം തമിഴ്നാട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത്. നമ്മൾ പ്ലാസ്റ്റിക് ഒക്കെ ഇവിടുന്ന് പോകുന്നത് ഇത് തമിഴ്നാട്ടിലേക്കാണ്. അവിടെ പോയിട്ട് റീസൈക്കിൾ ചെയ്ത് ആ സാധനം അവർ നമുക്ക് തന്നെ സെയിൽ ചെയ്യും. റീസൈക്ലിംഗ് സ്പെസിഫിക്കലി കൺസേൺഡ് വിത്ത് റിക്കവറിങ് റീസൈക്ലബിൾ മെറ്റീരിയൽസ്. നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് ബോട്ടിൽ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞിട്ടില്ല, അതിന്റെ ബാക്കിൽ 1, 2, 3 എന്നൊക്കെയുള്ള നമ്പർ കാണാൻ സാധിക്കും. അപ്പൊ അത് എത്ര പ്രാവശ്യം ഒരു ട്രയാങ്കിളിന്റെ ഉള്ളിൽ 1, 2, 3 എന്നൊക്കെ നമ്പർ എഴുതിയിട്ടുണ്ടായിരിക്കും. അതിന്റെ അർത്ഥം അത് എത്ര പ്രാവശ്യം റീസൈക്കിൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. സാധാരണ നമ്മളത് ശ്രദ്ധിക്കാറില്ല. പല ലോ ക്വാളിറ്റി പ്ലാസ്റ്റിക്കുകളിലും അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാകാറില്ല. എന്നാൽ നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് ബോട്ടിലുകൾ, ബോട്ടിലുകളിലൊക്കെ ഈ ഒരു ട്രയാങ്കിളിനകത്ത് 1, 2, 3 എന്നൊരു
നമ്പർ കാണാം. അത് റീസൈക്കിൾ ചെയ്യാൻ പറ്റും. എല്ലാ പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്യപ്പെടുന്നില്ല. പക്ഷെ നമ്മുടെ സാധാ ക്യാരി ബാഗുകളൊക്കെ റീസൈക്കിൾ ചെയ്യപ്പെടുന്നുണ്ട്. അത് നമുക്ക് തമിഴ്നാട്ടിൽ നമുക്ക് കാണാം. ഇവിടെ നമ്മുടെ റോഡ് സൈഡിലൊക്കെ വിൽക്കുന്നതായിട്ട് കാണാം. ചെറിയ ബക്കറ്റുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കാണുമ്പോൾ തന്നെ നമുക്കൊരു ക്വാളിറ്റി ഇല്ലാത്ത പ്ലാസ്റ്റിക് ആണ്. ബട്ട് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഗാർഡനിങ് പർപ്പസ് എക്സെപ്റ്റ് ഫുഡ് കീപ്പ് ചെയ്യാനുള്ള പർപ്പസിനൊക്കെ സാധാരണ ആൾക്കാർക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇതിന്റെ എക്സാമ്പിൾസ് ആയിട്ട് താഴെ പറയുന്നുണ്ട്. കൺസ്യൂമർ റീസൈക്ലിംഗ്, എംപ്റ്റി ക്യാൻസ്, പ്ലാസ്റ്റിക് ബോട്ടിൽസ്, ഓൾഡ് പേപ്പർ. അതായത് നമ്മുടെ ആക്രിക്കട എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ എംപ്റ്റി ക്യാൻസും പ്ലാസ്റ്റിക് ബോട്ടിൽസും ഓൾഡ് പേപ്പർ ഇതെല്ലാം നമ്മൾ വീട്ടില് ഉപയോഗം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് റീസൈക്ലിങ്ങിന് കൊടുക്കാവുന്നതാണ്. പ്രൊഡക്റ്റ് റീസൈക്ലിംഗ്, ഓൾഡ് കമ്പ്യൂട്ടേഴ്സ്, ഇൻജെക്ട് കാർട്രിഡ്ജ് എക്സെട്ര. ഇതെല്ലാം അതിന്റെ ഈ ആക്രിക്കട എന്നുള്ള രീതിയിൽ വരുന്നത് തന്നെയാണ്. പഴയ കമ്പ്യൂട്ടേഴ്സും ഇൻജെക്ട് കാർട്രിഡ്ജും ഇതെല്ലാം പ്ലാസ്റ്റിക് പ്രൊഡക്റ്റ്, പ്ലാസ്റ്റിക്കിന്റെ വേസ്റ്റ് ആണ്. പ്ലാസ്റ്റിക് വേസ്റ്റ് ആയിട്ട് ഇപ്പോൾ കമ്പ്യൂട്ടറൊക്കെ കേടുവന്നു കഴിഞ്ഞാൽ അതിന്റെ ക്യാബിനറ്റ് എല്ലാം പ്ലാസ്റ്റിക് ആണ്. ഉള്ളിലുള്ള സാധനങ്ങൾ പ്ലാസ്റ്റിക്കും സിലിക്കോണും ഉള്ള സാധനങ്ങൾ. ഇതൊക്കെ എന്ത് ചെയ്യണം? ഇത് ചില കമ്പനികൾ അത് നേരിട്ട് എടുക്കുന്നു. മറ്റ് സ്ഥലങ്ങളിൽ നമുക്കത് വേറെ പ്രത്യേക സോഴ്സ് കൂടെ അത് റീസൈക്കിൾ ചെയ്യാനായിട്ട് വിൽക്കേണ്ടതായിട്ട് വരും. പിന്നെ ലൈഫ് സൈക്കിൾ സപ്പോർട്ട്, പ്രൊഡക്റ്റ് റീകോൾസ് ഫോർ ക്വാളിറ്റി ഇഷ്യൂസ് സീൻ ഇൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി. ഈ പോയിന്റ് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ. ലൈഫ് സൈക്കിൾ സപ്പോർട്ട് ഉദ്ദേശിക്കത്തുള്ള ഒരു ഓട്ടോമൊബൈല് അല്ലെങ്കിൽ എന്തെങ്കിലും സംവിധാനമായിക്കോട്ടെ, ഇതിനൊരു പുതിയൊരു അപ്ഡേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അപ്ഡേഷന് വേണ്ടിയിട്ട് കമ്പനി ആ ഐറ്റംസ് തിരിച്ചു വിളിച്ച് അത് അപ്ഡേറ്റ് ചെയ്തിട്ട് തിരിച്ചു കൊടുക്കും. ഇപ്പൊ അടുത്ത കാലത്ത് ഉണ്ടായതാണ് നമ്മുടെ ഫ്രാൻസിന്റെ വിമാന കമ്പനി അമേരിക്കയുടെ ബോയിങ്ങും ഫ്രാൻസിന്റെ എയർബസ് ആണ്. അതായത് നമ്മുടെ ഇവിടുത്തെ എയർ സർവീസ് ഒരു പെട്ടെന്നൊരു ദിവസം എന്തുണ്ടായി, എല്ലാ എയർപ്ലെയിനുകളും ഗ്രൗണ്ട് ചെയ്യേണ്ടതായിട്ട് വന്നു. കാരണം അതിലൊരു സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ഉണ്ടായിരുന്നു. അതായത് ഇടിമിന്നല് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക എയർ ഗ്യാപ്പിൽ കൂടെ വിമാനം പോകുന്നൊരു അവസ്ഥ വരുമ്പോൾ ഒരു വിമാനം യാദൃശ്യമായി രക്ഷപ്പെട്ടു പോകുന്നു ആ അപകടത്തിൽ നിന്ന്. അതിനുശേഷം അവരൊരു പുതിയൊരു അപ്ഡേഷൻ കൊണ്ടുവന്നു. അപ്പൊ ഇതൊക്കെ നമുക്ക് എന്ത് പറയാം, ലൈഫ് സൈക്കിൾ സപ്പോർട്ട് എന്നുള്ള രീതിയിലേക്ക് പറയാം. നമ്മുടെ മൊബൈലിലേക്ക് ഇടയ്ക്കിടയ്ക്ക് അപ്ഡേഷൻ വരുന്നുണ്ടല്ലോ, അത് അതിന്റെ പുതിയ സംവിധാനം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് ഔട്ട്ഡേറ്റഡ് ആയിട്ട് പോകും. ഇതാണ് ലൈഫ് സൈക്കിൾ സപ്പോർട്ട് എന്ന് പറയുന്നത്. വാഹനങ്ങളൊക്കെ നമ്മുടെ നാട്ടിലത്തെ വാഹനങ്ങൾക്കൊന്നും അങ്ങനെ ഇല്ലെങ്കിലും ഫോറിൻ രാജ്യങ്ങളിലെ പല വാഹനങ്ങൾക്കും ഒരു പ്രത്യേക ഒരു കംപ്ലൈന്റ് അവർ ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു വിളിച്ച് അത് കറക്റ്റ് ചെയ്തിട്ട് തിരിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനമുണ്ട്. അതാണ് ലൈഫ് സൈക്കിൾ സപ്പോർട്ട് എന്ന് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇവിടെ കാണാൻ സാധിക്കുന്നത് 7 റൈറ്റ്സ് ഓഫ് ലോജിസ്റ്റിക്കിന്റെ 7 റൈറ്റ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അത് റൈറ്റ്, അതായത് ശരിയായ മെറ്റീരിയല് ശരിയായ അളവിൽ ശരിയായ കണ്ടീഷനില് ശരിയായ ടൈമില് ശരിയായ സ്ഥലത്ത് ഏറ്റവും ലോവസ്റ്റ് കോസ്റ്റില് കസ്റ്റമേഴ്സ്ക്ക് എത്തിച്ചേരാൻ. ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നുകൂടി ഞാൻ പറയാം. ശരിയായ മെറ്റീരിയൽസ്, അതായത് ശരിയായ പ്രൊഡക്ട്സ് ശരിയായ അളവിൽ ശരിയായ ക്വാണ്ടിറ്റിയില് ശരിയായ കണ്ടീഷൻ, അതായത് ശരിയായ അവസ്ഥയില്, അതായത് കസ്റ്റമർ ഉദ്ദേശിക്കുന്ന അവസ്ഥ അതിന്റെ ശരിയായ ടൈമില് അതിന്റെ ശരിയായ സ്ഥലത്ത് ഏറ്റവും ലോ കോസ്റ്റില് കസ്റ്റമർക്ക് എത്തിക്കുക. ഇതാണ് 7 റൈറ്റ്സ് ഓഫ് ലോജിസ്റ്റിക് എന്ന് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഓരോന്ന് കൃത്യമായിട്ട് പറയാം. ദി റൈറ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഏത് മെറ്റീരിയൽ ആണ് ഓർഡർ ചെയ്യപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് പ്രൊഡക്റ്റ് ആണ് ഓർഡർ ചെയ്യപ്പെട്ടിരിക്കുന്നത്, ആ പ്രൊഡക്റ്റ് ആണ് നമുക്ക് കസ്റ്റമർക്ക് എത്തിക്കേണ്ടത്. ഇനി ഇതിന്റെ ക്വാണ്ടിറ്റി, റൈറ്റ് ക്വാണ്ടിറ്റി, അതായത് കസ്റ്റമർ ഓർഡർ ചെയ്തതിന്റെ ക്വാണ്ടിറ്റി എത്രയാണ്, ആ കറക്റ്റ് ക്വാണ്ടിറ്റി, നോട്ട് ലെസ് നോ മോർ. ഈ അവസ്ഥയിലായിരിക്കണം ആ ക്വാണ്ടിറ്റി ഉണ്ടാകേണ്ടത്. ഇൻ റൈറ്റ് കണ്ടീഷൻ, അതായത് എന്തായാലും അതിന്റെ ആക്ച്വൽ കണ്ടീഷൻ എന്തായിരിക്കണം, ഇത് ഔട്ട്ഡേറ്റഡ് ആവാനോ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതോ അല്ലെങ്കിൽ ക്വാളിറ്റി കുറഞ്ഞതോ നേരത്തെ പറഞ്ഞ പോലെ QA/QC ചെക്കിംഗ് ഇല്ലാത്തതോ അതുപോലെ ഡിഫക്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആകാനായിട്ട് പാടില്ല. അതാണ് അതിന്റെ കണ്ടീഷൻ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് റൈറ്റ് ടൈം. നേരത്തെ ദീപാവലിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ടൈമിന് ശേഷം കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ പ്രൊഡക്റ്റ് ചിലപ്പോൾ പിന്നീട് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അതുകൊണ്ട് കറക്റ്റ് ടൈമില്, നോർമലി ഒക്കെ ചെയ്യുന്നത് മേ ബി ബിഫോർ ടൈം ആണ് വരുന്നത്. അപ്പോൾ അറ്റ് റൈറ്റ് ടൈമിൽ തന്നെ ഈ പ്രൊഡക്റ്റ് അവിടെ എത്തിച്ചിരിക്കണം അല്ലെങ്കിൽ എത്തിയിരിക്കണം. അത്
എവിടെയെങ്കിലും ഡിലേ വരുന്നത്. ഇതിൽ എന്തെങ്കിലും ഡിലേയോ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ പോലെ സ്ട്രൈക്കോ ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കണം ഈ ലോജിസ്റ്റിക് സർവീസ് നടത്തേണ്ടതായിട്ടുള്ളത്. അപ്പോൾ അതും കൂടി കണക്കിലെടുക്കണം. അതായത് ഇടയ്ക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരുപാട് തടസ്സങ്ങളെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണം എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ ഗുഡ്സ് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടേണ്ടത്. അല്ലെങ്കിൽ റൈറ്റ് ടൈമിൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഗുഡ്സ് അവിടെ എത്തിയില്ല എന്ന് വരും. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസ്പോർട്ടിങ് കമ്പനിക്കും ഇതിന്റെ പ്രൊഡ്യൂസേഴ്സിനും എല്ലാവർക്കും ഈ ചാനലിൽ വരുന്ന എല്ലാവർക്കും ഹെവി ലോസ് ഉണ്ടാവും. കാരണം അതിന്റെ അങ്ങനെ എഗ്രിമെന്റ് ചെയ്തിട്ടായിരിക്കും ഈ ഗുഡ്സ് ഒരു സ്ഥലത്ത് വേറെ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്ന. അവർ പേയ്മെന്റ് നടത്തിയിട്ടുണ്ടായിരിക്കും, പേയ്മെന്റ് തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. ഈ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സ് ചിലപ്പോൾ പിന്നീട് ഉപയോഗിക്കാൻ പറ്റാത്ത ഗുഡ്സ് ആയിരിക്കാം. ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാവും. അതായത് ടൈമിന് അത്രയും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇനി റൈറ്റ് പ്ലേസ്, അതായത് തെറ്റായ അഡ്രസ്സിലൊക്കെ ഗുഡ്സ് സെർവ് ചെയ്തിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും. അപ്പൊ അതുകൊണ്ട് അത് മറ്റേ റൈറ്റ് പ്ലേസ് ശരിയായ സ്ഥലത്തേക്കായിരിക്കണം. ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം ട്രക്ക് ഡ്രൈവേഴ്സിന്റെ അടുത്ത് നമ്മൾ ആ ലൊക്കേഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആ ലൊക്കേഷനിൽ തന്നെ അവിടെ ഗുഡ്സ് ചെല്ലുന്നതായിരിക്കും. അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഇപ്പൊ ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. ഇനി അടുത്തതാണ് മെയിൻ പോയിന്റ്, അത് റൈറ്റ് കോസ്റ്റ്. റൈറ്റ് കോസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രത്തോളം മിനിമം കോസ്റ്റില് നമുക്ക് ഗുഡ്സ് എത്തിക്കാനായിട്ട് സാധിക്കും. അവിടെയാണ് ഈ ലോജിസ്റ്റിക്കിന്റെ വിജയം എന്ന് നമ്മൾ പറയുന്നത്. അതായത് യാതൊരുവിധ തകരാറും ഇല്ലാതെ കറക്റ്റ് ടൈമിൽ ഈ ഗുഡ്സ് ആൻഡ് സർവീസസ് ഏറ്റവും ലോ കോസ്റ്റിൽ അവിടെ എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അത് എങ്ങനെയാണ് ഇതൊരു നമ്മുടെ ട്രാൻസ്പോർട്ടിങ് സംവിധാനം ഭയങ്കരമായിട്ടുള്ള ഒരു നെറ്റ്വർക്കിംഗ് സംവിധാനമാണ്. ഈ നെറ്റ്വർക്കിംഗ് സംവിധാനത്തിലൂടെയാണ് നമ്മളിപ്പോൾ ഇവിടുന്ന് ഒരു ഗുഡ്സ് ഇവിടുന്ന് ബാംഗ്ലൂർക്ക് അയക്കുകയാണെങ്കിൽ, കാരണം ഇവിടുന്ന് ബാംഗ്ലൂർ വരെയും തിരിച്ചു വരാനുള്ള അതിനുള്ള ചാർജൊക്കെ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. പക്ഷെ ഈ നമ്മളൊരു ഗുഡ്സ് ഇവിടുന്ന് ബുക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് അത്രയും പൈസ വരുന്നില്ല. ഇതിന്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗുഡ്സ് മാത്രമല്ല അവർ ക്യാരി ചെയ്യുന്നത്, വേറെയും ഗുഡ്സുകൾ ക്യാരി ചെയ്യുന്നു. ഈ ഗുഡ്സ് ചിലപ്പോൾ ഈ വാഹനം ഈ ട്രാൻസ്പോർട്ട് ബാംഗ്ലൂർ വരെ എത്തണമെന്ന് നിർബന്ധമില്ല. അത് ഇടയ്ക്ക് ഡ്രോപ്പ് ചെയ്ത് അവിടെ നിന്ന് വേറെ വാഹനത്തിൽ കയറി അങ്ങനെ 3-4 ട്രാൻസിറ്റ് കഴിഞ്ഞിട്ടായിരിക്കും ഈ ഗുഡ്സ് അവിടെ എത്തുന്നത്. അത് ഇത്ര ഉദ്ദേശിക്കുന്നുള്ള ഏറ്റവും കുറഞ്ഞ ചെലവിൽ എത്തിക്കാന്നുള്ളതാണ്. പിന്നെ ട്രെയിനിലും ഉണ്ട്, അതായത് കാർഗോ ഷിപ്പുകൾ ഉണ്ട്, കാർഗോ ഫ്ലൈറ്റുകൾ ഉണ്ട്, അതുപോലെ തന്നെ ഗുഡ്സ് ട്രെയിനുകൾ ഉണ്ട്. അതിൽ ഇതെല്ലാത്തിനും ഏറ്റവും ചീപ്പായിട്ടുള്ളത് ഗുഡ്സ് ട്രെയിനാണ്. അത് ചിലപ്പോൾ കംപ്ലീറ്റ് ട്രെയിൻ ബുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ അറ്റ് ദ റൈറ്റ് ടൈമിൽ പറഞ്ഞല്ലോ, അതായത് ഒരു ഗുഡ്സ് ട്രെയിനിൽ ഒരു ഫുൾ ട്രെയിനിൽ കംപ്ലീറ്റ് ഒരു ഗുഡ്സ് എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിശ്ചിത സമയത്തിനുള്ളിൽ നമ്മൾ അതിന്റെ കമ്പാർട്ട്മെന്റ് കാലിയാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ ഡെമറേജ് എന്ന് പറഞ്ഞൊരു ചാർജ് ഉണ്ട്. ആ ഡെമറേജ് ചാർജ് വലിയൊരു എമൗണ്ട് ആണ്, അത് കമ്പനി പേ ചെയ്യേണ്ടി വരും. അതും കൂടി നമ്മൾ എന്ത് ചെയ്യണം, കണക്കിലെടുക്കണം. ഏത് ഗുഡ്സ് വരുമ്പോൾ അത് ഇവാക്യുവേറ്റ് ചെയ്ത് എത്രയും പെട്ടെന്ന് ആ ട്രെയിനിനെ ഫ്രീ ആക്കാനുള്ള സംവിധാനം കൂടി ചെയ്തില്ലെങ്കിൽ വീണ്ടും അതിന്റെ മുകളിൽ നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ റൈറ്റ് കസ്റ്റമേഴ്സ്, അതായത് ഇനി ശരിയായ ഏത് കസ്റ്റമേഴ്സിനാണ് ഇത് ആവശ്യമുള്ളത്, അതായത് അൾട്ടിമേറ്റ് ബയർ ആരാണ്, ആ ബയറിലേക്ക് ഈ ഗുഡ്സ് എത്തിക്കണം. ഈ നേരത്തെ പറഞ്ഞ എല്ലാ സംവിധാനവും കൂടി ആകുമ്പോൾ അപ്പോൾ കസ്റ്റമറിന് റൈറ്റ് ഗുഡ്സ് റൈറ്റ് പ്രൊഡക്റ്റ് റൈറ്റ് ക്വാണ്ടിറ്റിയില് റൈറ്റ് കണ്ടീഷനില് റൈറ്റ് ടൈമില് റൈറ്റ് ആയിട്ടുള്ള അവരുടെ ഗോഡൗൺ എവിടെയാണെങ്കിൽ അവിടേക്ക് ഏറ്റവും ലോവസ്റ്റ് കോസ്റ്റില് ഗുഡ്സ് അവിടെ എത്തിച്ചേരും. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന 7 റൈറ്റ്സ് ഓഫ് ലോജിസ്റ്റിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. അടുത്ത ഭാഗം പ്രിൻസിപ്പിൾസ് ഓഫ് പെർഫോമൻസ്, ദ ഓപ്പറേറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്. റാപ്പിഡ് റെസ്പോൺസ്, നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഒരു ക്ലോക്കിന്റെ ഒരു ചിഹ്നം നമ്മൾ കാണുന്നുണ്ടല്ലോ അല്ലെ. റാപ്പിഡ് റെസ്പോൺസ് അതായത് റിസീവ് പ്രൊഡക്ട്സ് ഇൻ ടൈം, അതായത് പ്രൊഡക്റ്റ് കറക്റ്റ് ടൈമിൽ റിസീവ് ചെയ്യുക. ദ എബിലിറ്റി ടു സാറ്റിസ്ഫൈ കസ്റ്റമർ സർവീസ് റിക്വയർമെന്റ്സ് ഇൻ എ ടൈംലി മാനർ. കസ്റ്റമർ സർവീസ് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ് ബിസിനസ് ഫീൽഡിൽ. കസ്റ്റമർ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ദേ വിൽ ഗോ ഫോർ അനദർ പ്രൊഡ്യൂസർ. അപ്പോൾ കസ്റ്റമർ, അതായത് മാക്സിമം കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നാണ് ബിസിനസ്സിൽ പ്രത്യേകമായിട്ട് പറയുന്നത്. പിന്നെ മിനിമം വേരിയൻസ്, ഈ ഭാഗം നമുക്ക് കുറച്ചുകൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിക്കാനുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എനി അൺഎക്സ്പെക്ടഡ് ഇവന്റ് ദാറ്റ് ഡിസ്റപ്റ്റ് സിസ്റ്റംസ് പെർഫോമൻസ്,
അതായത് നമ്മുടെ സിസ്റ്റത്തിന് നമ്മളെല്ലാം കറക്റ്റ് ടൈമിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു ഗുഡ്സ് നമ്മളിവിടെ നിന്ന് അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ കറക്റ്റ് ടൈമിൽ ചിലപ്പോൾ എത്തിക്കൊള്ളണം എന്നുണ്ടാവില്ല. നമുക്കറിയാം ഇന്നത്തെ കാലത്തുള്ള ട്രാഫിക് ബ്ലോക്കുകൾ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഗുഡ്സ് കറക്റ്റ് ടൈമിലൂടെ എത്താനായിട്ട് പറ്റില്ല. അപ്പൊ മിനിമം വേരിയൻസ് അങ്ങനെ ലേറ്റ് ആവുകയാണെങ്കിൽ തന്നെ അതൊരു മിനിമം ഏറ്റവും മിനിമം ആയിട്ട് ഇപ്പൊ ഡിലേ പറയുന്നുണ്ട്, ഡാമേജ് പറയുന്നുണ്ട്, ഇൻകറക്റ്റ് ഡെലിവറി പറയുന്നുണ്ട്. ഡിലേ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ അൾട്ടിമേറ്റ് കസ്റ്റമർക്ക് എപ്പോഴാണ് ഗുഡ്സ് ആവശ്യമുള്ളത് അതിന് മുന്നേ എത്തിക്കാനുള്ള പ്ലാനോട് കൂടിയായിരിക്കും സാധാരണ ഏത് ലോജിസ്റ്റിക് സംവിധാനം ഗുഡ്സ് അയക്കുന്നത്. അപ്പോൾ അത് ഡിലേ, അതായത് ഡിലേ ഉണ്ടാവാൻ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ സ്ട്രൈക്ക് കാര്യങ്ങൾ കൂടി പരിഗണിക്കേണ്ടതായിട്ട് വരും. ആദ്യമൊക്കെ നമ്മുടെ നാട്ടിൽ ഇടയ്ക്കിടയ്ക്ക് പല സ്ട്രൈക്ക് ഉണ്ടായിരുന്നതാണ്. പക്ഷെ ഇപ്പൊ നമുക്ക് സ്ട്രൈക്ക് അങ്ങനെ ഇല്ല. അങ്ങനെ സ്ട്രൈക്ക് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു 24 മണിക്കൂർ സ്ട്രൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രാൻസ്പോർട്ടിംഗ് കമ്പനീനെ സംബന്ധിച്ചിടത്തോളം ഹെവി ലോസ് ആണ്. ആ വാഹനം അത്രയും ടൈം അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവർക്ക് ഓർഡർ ഈ സപ്ലൈയോടെ കൊടുത്തിട്ട് വേണം ഇവർക്ക് അടുത്ത ലോഡ് എടുക്കാനായിട്ട് പോകേണ്ടത്. ഇതെല്ലാം തടസ്സപ്പെടും. ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം ഗുഡ്സ് അയക്കേണ്ടത്. ഡിലേസ് പറഞ്ഞ് ഡാമേജ് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത്. കാരണം ഡാമേജ് ഗുഡ്സ് ആരും സ്വീകരിക്കില്ല. പക്ഷെ ചില സെറ്റൻ ഗുഡ്സിന് ഒരു നിശ്ചിത പെർസെൻറ്റേജ് ഡാമേജ് അലൗഡ് ആണ്. പ്രത്യേകിച്ച് നമ്മൾ ബോട്ടിലായിട്ടുള്ള ഐറ്റംസ് ഒക്കെ ക്രേറ്റ് കണക്കിന് ബുക്ക് ചെയ്ത് അയക്കുമ്പോൾ അവർ അപ്പൊ തന്നെ ഒരു നിശ്ചിത ഒരു ഡാമേജ് അതിൽ കണക്കാക്കുന്നുണ്ട്. കാരണം ബോട്ടിലാണ്, ഗ്ലാസ് ആണ്, പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഡാമേജ് ഏറ്റവും കുറയ്ക്കുക. അതുപോലെ തന്നെ ഇൻകറക്റ്റ് ഡെലിവറി, അതായത് ശരിയായ സ്ഥലത്ത് ഡെലിവറി ഒക്കെ നടക്കാതിരിക്കുക. ഇതെല്ലാം മുൻകൂട്ടി ഫോർകാസ്റ്റ് ചെയ്ത് കൊണ്ടിട്ട് വേണം നമ്മുടെ ഗുഡ്സ് ലോജിസ്റ്റിക് സപ്ലൈ ചെയിനിൽ കൂടെ കയറ്റി അയക്കേണ്ടതും അതിന്റെ ഡെസ്റ്റിനേഷനിൽ എത്തിക്കേണ്ടതും. ദി ഗോൾ ഈസ് ടു മിനിമൈസ് ദീസ് ഡിസ്റപ്ഷൻസ് ത്രൂ റിലയബിൾ കൺസിസ്റ്റന്റ് ഓപ്പറേഷൻ. റിലയബിൾ ആയിട്ടുള്ള, വിശ്വസ്തമായിട്ടുള്ള, അതായത് ശരിയായ രീതിയിൽ ഇത് കണക്കാക്കിയിട്ട് ഈ തടസ്സങ്ങളെല്ലാം ഉണ്ടാകുമെന്ന് ഫോർകാസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഗുഡ്സ് അയക്കാനായിട്ട്. എന്നാൽ മാത്രമാണ് മാക്സിമം കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. മിനിമം ഇൻവെന്ററി. ട്രീറ്റിംഗ് inventory as a capital asset. The goal is to reduce it to the lowest possible level while still achieving other service objectives. Treating inventory as a capital asset. The goal is to reduce it to the lowest possible level. അതായത് ഇതിന്റെ ട്രീറ്റിംഗ് ഇൻവെന്ററി ആസ് എ ക്യാപിറ്റൽ അസറ്റ്. നമ്മൾ ഈ ഇൻവെന്ററി, അതായത് നമ്മൾ ഇൻവെന്ററി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിവിടുന്ന് അയക്കുന്ന ആ പ്രൊഡക്റ്റ് ആണ്. അത് നമ്മളെ സംബന്ധിച്ചുള്ള അസറ്റ് ആണ്. ആ അസറ്റ് ശരിയായ ടു റെഡ്യൂസ് ദി ലോവസ്റ്റ് പോസിബിൾ ലെവൽ, അതിന്റെ ഏറ്റവും വില കുറച്ച രീതിയിൽ, അതായത് അധികം ചെലവില്ലാത്ത രീതിയിൽ എത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് മിനിമം ഇൻവെന്ററി, അതായത് മാക്സിമം ഇൻവെന്ററി നമ്മുടെ ചിത്രം കാണിക്കുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ. ഇത് മിനിമം ഇൻവെന്ററി, അതായത് മിനിമം ആയിട്ട്, അതായത് ഏറ്റവും ലോവസ്റ്റ് പോസിബിൾ ലെവലില്, നമുക്ക് സാധ്യമായിട്ടുള്ള ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള ലെവലില് എന്ത് ചെയ്യണം? ഈ പ്രൊഡക്റ്റ് എത്തിക്കുക. അടുത്ത ഭാഗമാണ് നമുക്ക് വരുന്നത്. ഒരു ട്രക്കില് ഗുഡ്സ് ക്യാരി ചെയ്യുന്നതായിട്ട് നമുക്ക് കാണിക്കുന്നത്. റെഡ്യൂസിങ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വിച്ച് ആർ എ സിഗ്നിഫിക്കന്റ് എക്സ്പെൻസ്. ലാർജർ ഷിപ്മെന്റ്സ് ട്രാൻസ്പോർട്ടഡ് ഓവർ ലോങ്ങർ ഡിസ്റ്റൻസസ് ജനറലി ഹാവ് എ ലോവർ കോസ്റ്റ് പെർ യൂണിറ്റ്. ഇത് ടെലിസ്കോപ്പിക് രീതിയിലാണുള്ളത്. ട്രെയിനിന്റെ ചാർജ് ഒക്കെ നമുക്ക് അറിയാലോ. ലോങ്ങസ്റ്റ് ഡിസ്റ്റൻസ് ആകുമ്പോൾ ഷോർട്ട് ഡിസ്റ്റൻസ് ആണെങ്കിൽ ചാർജും, പിന്നെ ലോങ് ഡിസ്റ്റൻസ് കൂടും തോറും അത് നമുക്ക് ആ ഷോർട്ട് ഡിസ്റ്റൻസിനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ അത്രയും ഒരു ചാർജസ് നമുക്ക് അവിടെ ഉണ്ടാകില്ല. അപ്പോൾ ഡിസ്റ്റൻസ് കൂടും തോറും ഇതിന്റെ ചാർജിന്റെ എന്താണ് പെർ കിലോമീറ്റർ എന്നുള്ള അളവ് കുറഞ്ഞു വരും. അപ്പോൾ റെഡ്യൂസിങ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറയ്ക്കാനുള്ള സംവിധാനങ്ങൾ എന്തൊക്കെയുണ്ട് അതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടുന്ന് ഒരു ഗുഡ്സ്, ഒരു ട്രക്കിൽ നമ്മളൊരു ഗുഡ്സ് ബുക്ക് ചെയ്ത് അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ട്രക്ക് തന്നെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എത്തണമെന്ന് യാതൊരു നിർബന്ധവുമില്ല.
അവിടെ ചെല്ലുമ്പോൾ അവിടെ നിന്ന് വേറെ കണക്റ്റിംഗ് ആയിട്ട് വേറെ ട്രക്ക് പോകുന്നുണ്ടാവും. അവർ ആ ട്രക്കിൽ കയറ്റുന്നു. നമ്മുടെ ട്രക്ക് ചിലപ്പോൾ വേറൊരു ട്രക്ക് വേറൊരു സ്ഥലത്തേക്ക് വേറെ ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നു. അല്ലെങ്കിൽ വേറൊരു ട്രക്ക് ഇപ്പോൾ ഇവിടുന്ന് ബാംഗ്ലൂർക്ക് അയച്ചു, ബാംഗ്ലൂരിൽ നിന്ന് ബോംബെക്ക് പോകണം, നമുക്ക് 2 ബോക്സ് അയക്കാനുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും, അവിടെ നിന്ന് ബോംബെയിലേക്കുള്ള വേറെ വണ്ടി വരാണെങ്കിൽ ഈ 2 ബോക്സ് അതിലേക്ക് കയറ്റി വിടും, നമ്മുടെ വണ്ടി വേറെ വഴിയിലേക്ക് പോകും. അപ്പോൾ ഗുഡ്സ് എത്തിക്കുക എന്നുള്ളതാണ്, ഏത് വാഹനത്തിൽ എത്താന്നുള്ളതല്ല, സേഫായിട്ട് യാതൊരുവിധ ഡാമേജും ഇല്ലാതെ ഇൻ ടൈമിൽ ഗുഡ്സ് ഡെസ്റ്റിനേഷനിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അങ്ങനെ വരുമ്പോൾ ട്രാൻസ്പോർട്ടിംഗ് ചാർജ് നല്ല രീതിയിൽ കുറയ്ക്കാനായിട്ട് സാധിക്കും. ഒരു പ്രൊഡക്റ്റിന് വേണ്ടി അല്ലെങ്കിൽ കുറച്ച് പ്രൊഡക്റ്റ് ആയിട്ട് നമ്മൾ നേരിട്ട് ഇവിടുന്ന് ആ പ്രൊഡക്റ്റ് ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ വരെ അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും കോസ്റ്റ് വർദ്ധിക്കും. അടുത്ത ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്. എ കമ്മിറ്റ്മെന്റ് ടു ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. ലോജിസ്റ്റിക് ആഡ്സ് ലിറ്റിൽ വാല്യൂ if the product is defective or service promises are broken. അതായത് സർവീസ് പ്രോമിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഒരു ഇത് ചെയ്യുമ്പോൾ ഇതിലൊരു കോൺട്രാക്റ്റും എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ ബ്രോക്കൺ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഡാമേജ് ഉള്ള പ്രൊഡക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ നഷ്ടം ഇവര് തന്നെ വഹിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ലോജിസ്റ്റിക് കമ്പനികളിലൊക്കെ നമ്മൾ കണ്ടില്ല, വലിയ കണ്ടെയ്നറുകളൊക്കെ വരുന്നത് കണ്ടിട്ടുണ്ടല്ലോ. ഈ കണ്ടെയ്നറുകൾക്ക് പ്രത്യേകം വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടെയ്നർ ഫുള്ളി പാക്ക്ഡ് ആണ്. ഇവൻ ആ വാഹനം മറിഞ്ഞാൽ തന്നെ അതിൻ്റെ ഉള്ളിലെ പ്രൊഡക്റ്റിന് യാതൊരു കേടുണ്ടാവാറില്ല. ഇവിടെയൊക്കെ മാർബിളും അതുപോലെ തന്നെ ഗ്രാനൈറ്റ് ഒക്കെ വരുന്നത് അങ്ങനെയുള്ള വലിയ വലിയ കണ്ടെയ്നറിൽ കൂടെയാണ്. മറിഞ്ഞ് കണ്ടെയ്നർ 4-3 പ്രാവശ്യം മറിഞ്ഞു കഴിഞ്ഞാലും അതിൻ്റെ ഉള്ളിലെ പ്രൊഡക്റ്റിന് കേടുവരില്ല. കാരണം അത്രയും നല്ല പാക്കിംഗ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് പാക്ക് ചെയ്തിട്ടാണ് ആ കണ്ടെയ്നറുകൾ വരുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഒരു ബോക്സിന് നമുക്കൊരു TV ഒക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ TV പാക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് തെർമോക്കോളും ബാക്കി പല സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് അത് പാക്ക് ചെയ്യപ്പെടുന്നത്. അതായത് ആ ബോക്സിന്റെ മുകളിൽ വേറെയും ബോക്സുകൾ വരും. അങ്ങനെ വന്നാലും എന്തിന് കേട് വരാൻ പാടില്ല, നമ്മുടെ പ്രൊഡക്റ്റിന് കേട് ഉണ്ടാകാനായിട്ട് പാടില്ല. പ്രൊഡക്റ്റ് ഡിഫക്റ്റീവ് ഓർ സർവീസ് പ്രോമിസസ് ആർ ബ്രോക്കൺ. സർവീസ് പ്രോമിസ് ഉദ്ദേശിക്കുന്ന എത്രയേ ഉള്ളൂ, അവർക്ക് നേരത്തെ പറഞ്ഞിട്ടുള്ള ആ 7 റൈറ്റ്സിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഈ 7 റൈറ്റ്സിൽ ഏതിലൊന്നിന് ഡീവിയേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കോൺട്രാക്ട് അല്ലെങ്കിൽ എഗ്രിമെന്റ് ബ്രോക്കൺ ആവും, അതിന്റെ നഷ്ടം കമ്പനിക്ക് ഉണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാം കൃത്യസമയത്ത് കൃത്യസ്ഥലത്തും അതുപോലെ തന്നെ കൃത്യ ക്വാണ്ടിറ്റിയിലും കൃത്യ അളവിലും ഇതെത്തിക്കണമെന്ന് ഉദ്ദേശിക്കുന്നത്. ലൈഫ് സൈക്കിൾ സപ്പോർട്ട് നമ്മൾ പിന്നെ പറഞ്ഞു കഴിഞ്ഞ ഭാഗം തന്നെയാണ്, അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്ന് മാത്രമല്ല. മാനേജിങ് ക്രിട്ടിക്കൽ പ്രൊഡക്റ്റ് റീകോൾസ്. പ്രൊഡക്റ്റ് റീകോൾ ഇത്രയോ ഉള്ളൂ. അതിന്റെ എന്തെങ്കിലും സോഫ്റ്റ്വെയറോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡിഫക്റ്റ് അവർക്ക് സപ്ലൈ ചെയ്തതിന് ശേഷം അവര് ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അതെല്ലാം കമ്പനിയുടെ ചെലവിൽ തന്നെ അത് തിരിച്ചു വിളിച്ച് അത് ഡിഫക്റ്റ് ക്ലിയർ ചെയ്ത് അതായത് കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ ഡീലറിന് അല്ലെങ്കിൽ ഹോൾസെയിൽ ഡീലറിന് തിരിച്ചു കൊടുക്കും. ഇതാണ് ലൈഫ് സൈക്കിൾ സപ്പോർട്ട് എന്ന് പറയുന്നത്. ഇതിൽ വേറൊരു ഭാഗം കൂടി വരുന്നുണ്ട്, ആഫ്റ്റർ സെയിൽ സർവീസ് എന്നുള്ള സംവിധാനം കൂടി വരുന്നുണ്ട് കേട്ടോ, അടുത്ത ഭാഗങ്ങളിൽ വരുന്നുണ്ട്. The system approach, every part working in concert. The flow of material from supplier to customer is viewed as a single chain. All activities are interdependent and must be managed as a total system, not as a separate function divisions. നമുക്ക് പറയാം, ഇതിൽ വെയർ ഹൗസിംഗ് ഉണ്ട്, ഇൻഫർമേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, പാക്കിംഗ്, ഇൻവെന്ററി കൺട്രോൾ. ഇത് ഒരു ഫാക്ടറിയെ സംബന്ധിച്ചിടത്തോളം സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആയിരിക്കും ഇതെല്ലാം. പക്ഷെ ഇവരെല്ലാം ലക്ഷ്യം എന്ന് പറയുന്നത് ഒറ്റ ലക്ഷ്യമാണ്. എന്താണ്? ഇത് ശരിയായ രീതിയിൽ ദ ഗോൾ ഓഫ് ദ സിസ്റ്റം ടു അച്ചീവ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അറ്റ് റെഡ്യൂസ്ഡ് കോസ്റ്റ്. അപ്പോൾ ഇത്രയും സംവിധാനങ്ങളിൽ വേറെയും പല ഡിപ്പാർട്ട്മെന്റുകളും ഇതിലുണ്ടായിരിക്കാം. ഈ ഡിപ്പാർട്ട്മെന്റെല്ലാം സെപ്പറേറ്റ് ആണെങ്കിലും ദേ ആർ വർക്ക് ടുഗദർ, അവർ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന അങ്ങനെ അവരെല്ലാവരും കൂട്ടായ വർക്കിലൂടെ മാത്രമാണ് നല്ലൊരു, അതായത് ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ടു അച്ചീവ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് റെഡ്യൂസ്ഡ് കോസ്റ്റില് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കാനായിട്ട് എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനത്തിൽ മാത്രമേ സാധിക്കുള്ളൂ. സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും അവര് ഒറ്റ യൂണിറ്റ് ആയിട്ട് പ്രവർത്തിക്കേണ്ടതായിട്ട് വരും.
അടുത്താണ് 5 ഫോംസ് ഓഫ് ലോജിസ്റ്റിക്. 5 ഫോംസ് ഓഫ് ലോജിസ്റ്റിക് നോക്കാം. ഫസ്റ്റ് പറയുന്നതാണ് പ്രൊക്യൂർമെന്റ് ലോജിസ്റ്റിക്. പ്രൊക്യൂർമെന്റ് ബിഫോർ പ്രൊഡക്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ദ ഫ്ലോ ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് പാർട്സ് ഫ്രം സപ്ലയേഴ്സ്. നമ്മൾ ആദ്യം പറഞ്ഞ ഭാഗം തന്നെയാണ്, അത് കുറച്ച് എക്സ്പ്ലനേഷൻ ആയിട്ട് വരുന്നുള്ളൂ. പ്രൊക്യൂർമെന്റ്, ഇപ്പോൾ ഒരു സിമെന്റ് ഫാക്ടറി ആണെങ്കിൽ ആ സിമെന്റ് ഫാക്ടറിക്ക് ആവശ്യമായിട്ടുള്ള ചുണ്ണാമ്പ് കല്ല്, അതുപോലെ തന്നെ അതിനുള്ള ആവശ്യമുള്ള കെമിക്കൽസ്, അതുപോലെ എല്ലാ ഐറ്റംസ് എല്ലാം ശേഖരിക്കണം. അത് ശേഖരിച്ച് എവിടെ എത്തണം? അത് പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് എത്തണം. ഇതിനെയാണ് നമ്മൾ പ്രൊക്യൂർമെന്റ് ലോജിസ്റ്റിക്. ദി ഫ്ലോ ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് പാർട്സ് ഫ്രം സപ്ലയേഴ്സ്. അതിന്റെ സപ്ലയേഴ്സിൽ നിന്ന് റോ മെറ്റീരിയൽസോ അല്ലെങ്കിൽ പാർട്സ് യൂസ്ഡ് ഫോർ അസംബ്ലിങ് എവിടെ എത്തണം? ഫാക്ടറിയിൽ എത്തിച്ചേരണം. അതാണ് ഫസ്റ്റ് ഭാഗം കാണിക്കുന്നത്. നമുക്കവിടെ അടയാളപ്പെടുത്തിയായിട്ട് കാണാൻ സാധിക്കും. രണ്ടാമത് പ്രൊഡക്ഷൻ ലോജിസ്റ്റിക്സ്, മാനേജ്മെന്റ് ഓഫ് പാർട്സ് ആൻഡ് മെറ്റീരിയൽ ഇൻസൈഡ് ഫാക്ടറി ഇൻക്ലൂഡിംഗ് പ്രൊഡക്റ്റ് മാനേജ്മെന്റ്, പാക്കേജിംഗ് ആൻഡ് ഷിപ്പിംഗ് ടു വെയർഹൗസസ്. മാനേജ്മെന്റ് ഓഫ് പാർട്സ്, ഈ പാർട്സിനെ മാനേജ് ചെയ്യുകയും ഈ മെറ്റീരിയൽസിനെ ഫാക്ടറിക്ക് ഉള്ളിൽ വെച്ച് ആവശ്യമായിട്ടുള്ള മോഡിഫിക്കേഷൻസ്, ആവശ്യമായുള്ള പ്രൊഡക്ഷനും കഴിഞ്ഞ് ഇതാണ് പാക്കിംഗ് കഴിഞ്ഞ് റെഡി ഫോർ ഷിപ്മെന്റിന് റെഡിയാക്കണം. ഇനി സെയിൽസ് ലോജിസ്റ്റിക്, ഡെലിവറി ഓഫ് പ്രൊഡക്ട്സ് ഫ്രം വെയർഹൗസസ് ടു ഹോൾസെയിലേഴ്സ്, റീറ്റെയിലേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ്. ഇത് പല രീതിയിലാവാട്ടോ. അതായത് ഇവിടുന്ന് വെയർഹൗസിൽ നേരിട്ട് ചിലപ്പോൾ റീറ്റെയിലേഴ്സിന്റെ ഗോഡൌണിലേക്ക് ആയിരിക്കാം. ഇവിടെ സാധാരണ ചാനൽ വരുന്നത് ഇവർക്കെല്ലാം ടൗൺ സെന്ററുകളിൽ ഒരു സ്ഥലം ഉണ്ടാവും. അപ്പൊ അതായിരിക്കും നമുക്ക് വലിയ ഹോൾസെയിൽ, വലിയ വെയർഹൗസ് ആയിരിക്കാം. അവിടെ നമ്മുടെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, ഇത് സെൻട്രൽ സെപ്പറേറ്റ് വരുന്നതാണ്. ഇത് നമുക്കെല്ലാം ട്രെയിനിലൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. പല സ്ഥലങ്ങളിലും FCI ഗോഡൌണുകൾ കാണാം, ഓരോ സ്റ്റേറ്റിനും. ഇപ്പൊ നമുക്ക് ഓരോ സ്ഥലത്തേക്ക്, ഇപ്പോൾ മലപ്പുറം ജില്ലയാണെങ്കിൽ തന്നെ ഇവിടെ നമുക്ക് പെരുന്തൽമണ്ണ എന്ന സ്ഥലത്ത് ട്രെയിൻ സർവീസ് ഉണ്ട്, അവിടെ വരുന്നു. അത് അവിടെ നിന്ന് പല സ്ഥലത്തേക്കും ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. ഇതെല്ലാം ഗുഡ്സ് ട്രെയിനിലാണ് ഈ പ്രൊഡക്റ്റ് എല്ലാം വരുന്നത്. ഇത് വന്ന് ഒരു സെൻട്രൽ സ്റ്റോറേജിൽ വരുന്നു. സെൻട്രൽ സ്റ്റോറേജ് വെയർഹൗസിൽ നിന്നിട്ട് അത് റീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റോറേജുകളിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഹോൾസെയിൽ സ്റ്റോറേജിലേക്ക് പോകുന്നു. ഇനി ഹോൾസെയിൽ സ്റ്റോറേജിൽ നിന്ന് അത് റീറ്റെയിൽ സ്റ്റോറേജിലേക്ക് പോകുന്നു. അപ്പോൾ അങ്ങനെ അവസാനം അത് എവിടെ എത്തും? ലാസ്റ്റ് കസ്റ്റമറുടെ കയ്യിൽ എത്തിച്ചേരും. റിക്കവറി ലോജിസ്റ്റിക് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതായത് ഇവര് അയച്ചുള്ള പ്രൊഡക്റ്റിന്റെ അതിന്റെ കണ്ടെയ്നേഴ്സോ പാക്കിങ്ങോ ചില കമ്പനികൾ തിരിച്ചെടുക്കുന്നുണ്ടായിരിക്കും. അപ്പൊ സാധാരണയായിട്ട് അത് അങ്ങനെ കാണുന്നില്ല. കാരണം അതെല്ലാം ഇവര് തന്നെ ഡിസ്പോസ് ചെയ്യുന്നതാണ് സാധാരണ കണ്ടുവരുന്നത്. അല്ലെങ്കിൽ വീണ്ടും ഒരു ട്രാൻസ്പോർട്ടിങ് കോസ്റ്റ് വരുമല്ലോ. ഈ ഐറ്റംസ് ഒക്കെ തിരിച്ച് ഈ കാലി ക്യാനുകളും അല്ലെങ്കിൽ കണ്ടെയ്നറും പാക്കേജുകളും ഒക്കെ തിരിച്ചയക്കണ്ടേ? അവിടെ കണ്ടെയ്നറുകൾ തിരിച്ചയക്കുന്നുണ്ട്. ഏത് വലിയ കണ്ടെയ്നർ, നേരത്തെ ഞാൻ പറഞ്ഞ ഒരു വലിയ ട്രക്കിലൊക്കെ ഒരു സിംഗിൾ കണ്ടെയ്നർ പോകുന്നുണ്ടെങ്കിൽ അത് ആ കണ്ടെയ്നർ തിരിച്ചയക്കേണ്ടതായിട്ട് വരും. അപ്പോ ഇതാണ് ഇത് റിക്കവറി പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഗുഡ്സ് ട്രെയിനിലെ ഓയിലും അതുപോലെ തന്നെ കെറോസിൻ, പെട്രോളൊക്കെ വരുന്ന വലിയ റൗണ്ട് ക്യാപ്സുൽ ടൈപ്പിലുള്ള എന്താ പറയാ ട്രെയിൻ ബോഗി എന്ന് പറയാൻ പറ്റില്ല, കൊണ്ടുവരുന്ന സാധനങ്ങൾ കാണാം. അതൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സപ്ലൈ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ തിരിച്ചു പോകണം. അത് എവിടെ നിന്ന് വന്നെന്നുള്ളത് അങ്ങനെ സ്ഥലത്തേക്ക് തിരിച്ചയക്കണം. അതൊക്കെയാണ് ഇതിൽ ഉദ്ദേശിക്കുന്നതിന്റെ ഒരു കാരണം. റീസൈക്ലിംഗ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ഭാഗം തന്നെയാണ്. റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന റീസൈക്ലബിൾ മെറ്റീരിയൽസ്, റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് എവിടേക്ക്? കമ്പനിയിലേക്ക് തിരിച്ചയക്കുക. അതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. ആ ഒരു സർക്കിൾ വന്നു കഴിഞ്ഞിട്ട് ആ സർക്കിളിൽ ഒരു തിരിച്ചു പോകുന്ന കാണുന്നുണ്ടല്ലോ, അതാണ് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ തിരിച്ചയക്കുന്നത്. ക്യാൻ, പ്ലാസ്റ്റിക് ബോട്ടിലായിരിക്കാം. അതുപോലെ തന്നെ ഓൾഡ് പേപ്പർ, പാക്കിംഗ് മെറ്റീരിയൽസ്, ഓൾഡ് കമ്പ്യൂട്ടേഴ്സ്, പ്രിന്റേഴ്സ്, മറ്റ് ഹാർഡ് പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ റീസൈക്ലിംഗ് ഐറ്റംസ് ആണ്, റീസൈക്ലിംഗ് ലോജിസ്റ്റിക്സ് ആണ്. Beyond the production line, the universal application of logistics. The universal application of logistics. ആദ്യം വരുന്ന ഭാഗമാണ് ബിസിനസ് ലോജിസ്റ്റിക്. നമ്മൾ പറഞ്ഞു ആദ്യകാലത്ത് ഈ ലോജിസ്റ്റിക് ഉണ്ടായിരുന്നെങ്കിലും ഇത് അധികം ഉപയോഗിക്കപ്പെട്ടിരുന്ന എവിടെയാണ്? ഡിഫൻസ് ഫോഴ്സുകളിൽ മാത്രം ആദ്യം ഉപയോഗിക്കപ്പെട്ടിരുന്നെങ്കിലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കപ്പെടുന്നത് ഡിഫൻസിൽ ഇപ്പോഴും ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ബിസിനസ് ലെവലിലും. കാരണം ഇപ്പോൾ എല്ലാം യൂണിവേഴ്സ് എന്ന് പറഞ്ഞ ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് കണക്കാക്കാം. അതൊരു രാജ്യം നമുക്ക് പറയാൻ പറ്റില്ല. ഏത് രാജ്യത്തിൽ പ്രൊഡക്റ്റ് വേണമെങ്കിലും നമുക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് കിട്ടാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇന്നത്തെ
ട്രാൻസ്പോർട്ടിംഗ് സംവിധാനത്തിൽ ഉണ്ട്, ബൈ എയർ, സീ ഓർ റോഡ്. ബിസിനസ് ദ ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ എ കമേഴ്ഷ്യൽ സപ്ലൈ ചെയിൻ. അതായത് നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റിൽ നിന്ന് എവിടേക്ക് എത്തണം, ഇത് കമേഴ്ഷ്യൽ സപ്ലൈ ചെയിനിൽ കൂടെ. ഇവർക്ക് കമേഴ്ഷ്യൽ സപ്ലൈ ചെയിൻ ഉദ്ദേശിക്കുന്നതിനുള്ള ഈ ഗുഡ്സ് എവിടെ നിന്ന് എവിടെ പോകണം, അത് എങ്ങനെയാണ് ഇതിന്റെ കസ്റ്റമേഴ്സിനോ അല്ലെങ്കിൽ റീറ്റെയിലേഴ്സിന്റെ ഗോഡൌണിലേക്കോ വെയർ ഹൗസിലേക്കോ എത്തിക്കേണ്ടെന്നുള്ളതാണ്. പിന്നെ മിലിറ്ററി നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ ഭാഗം തന്നെയാണ് മിലിറ്ററി. സപ്പോർട്ടിങ് ദ ഓപ്പറേഷണൽ കേപ്പബിലിറ്റി ഓഫ് മിലിറ്ററി ഫോഴ്സസ്. അതായത് ഒരു വാർ ലൈക്ക് സിറ്റുവേഷൻസ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗുഡ്സ് ആൻഡ് സർവീസ് മാത്രമല്ല, പേഴ്സണലിനും കൂടിയും ട്രാൻസ്പോർട്ട് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാവും. കാരണം പേഴ്സണലിൽ ഈ എക്യുപ്മെന്റ്സ് ഒന്നും ഉപയോഗിക്കാൻ സാധിക്കില്ല. ആംസ് ആൻഡ് അമ്മുനിഷൻ, അതുപോലെ വലിയ വലിയ ഡിഫൻസ് എക്യുപ്മെന്റ്സ്, ടാങ്കുകൾ, അതുപോലെ ഹെലികോപ്റ്ററുകൾ കയറ്റിക്കൊണ്ടുപോകാൻ, ഹെലികോപ്റ്റർ വരെ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന എയർക്രാഫ്റ്റുകൾ നമ്മുടെ ഡിഫൻസ് സർവീസിൽ അവൈലബിൾ ആണ്. ഏറ്റവും കൂടുതൽ കാർഗോ ഉപയോഗിക്കപ്പെടുന്നത് വാർ ലൈക്ക് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ വാർ സിറ്റുവേഷൻസിൽ ഉപയോഗിക്കാനാണ്. അത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞത്, ഏറ്റവും ആദ്യം പണ്ട് കാലങ്ങളിലൊക്കെ മിലിറ്ററിയാണ് ഈ ലോജിസ്റ്റിക് എന്നുള്ള സംവിധാനം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് വന്നിരുന്നത്. കാരണം മറ്റു ജനങ്ങൾക്ക് ഇത് അത്ര ആക്സസിബിൾ ആയിരുന്നില്ല. കാരണം മൂവ്മെന്റ്സ് ഓഫ് പേഴ്സണൽസ് ആർ റെസ്ട്രിക്റ്റഡ്. ദർ വാസ് നോ സച്ച് ഫെസിലിറ്റീസ് വാസ് അവൈലബിൾ അറ്റ് ദാറ്റ് ടൈം. മൂന്നാമത്തെ ഭാഗമാണ് ഇവന്റ് ലോജിസ്റ്റിക്. ഡിപ്ലോയ് റിസോഴ്സ്, ഫെസിലിറ്റീസ് ഓർ പേഴ്സണൽ ഫോർ ഇവന്റ്സ്. ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ട്. നമുക്ക് അറിയാം, നമ്മുടെ നാട്ടിൽ സർക്കസ് ഒക്കെ നടക്കലുണ്ട് ഇടയ്ക്ക്. ഈ സർക്കസിലൊക്കെ ആ കൂടാരം തന്നെ നോക്കിയേ, എത്രയോ ടണ്ണ് വെയിറ്റ് ഉണ്ടാവില്ലെല്ലാം. അത്രയും ഐറ്റംസ് പല ട്രക്കുകളായി ആ പ്രത്യേക സ്ഥലത്ത് ഒരു നിശ്ചിത ദിവസങ്ങൾക്ക് മാത്രമേ ആ ഇവന്റ് അവിടെ ഉണ്ടാവുള്ളൂ. അതിനുശേഷം വീണ്ടും അവിടെ നിന്ന് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ഇതിനാണ് നമ്മളിന്ന് ഇവന്റ് ലോജിസ്റ്റിക് എന്നത്. പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ട് കുറെ പർട്ടിക്കുലർ ഇവന്റ് ലൈക്ക് എക്സിബിഷൻ, സർക്കസ്, മേള, അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഇവന്റുകൾക്ക് വേണ്ടി, ഇപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള ഇവന്റുകൾക്കായിരിക്കാം. അങ്ങനെയുള്ള ഇപ്പോൾ ഒളിമ്പിക്സ് ഒക്കെ നടക്കുന്നുണ്ട്. ഒളിമ്പിക്സ് ഒക്കെ നടക്കുന്നതിന് എത്രയോ എന്താ പറയാ ഐറ്റംസ് ഓരോ സ്ഥലത്തും പല സ്ഥലത്തേക്ക് എത്തിക്കേണ്ടി വരും. നമുക്ക് സ്ഥിരമായിട്ട് സംവിധാനം ഇല്ലല്ലോ. ആ സംവിധാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും വലിയ എന്താ പറയാ ട്രാൻസ്പോർട്ടിങ് സംവിധാനം ഉപയോഗിക്കേണ്ടി വരും. ആ ഇവന്റ് കഴിഞ്ഞാൽ എന്തായി, അത് അവിടെ നിന്ന് തിരിച്ചു പറിച്ചു കൊണ്ടുപോലായി. വലിയ വലിയ പന്തല് കിട്ടുന്നതും അങ്ങനെയുള്ള സംവിധാനമൊക്കെ. അടുത്ത് സർവീസ് ലോജിസ്റ്റിക്, മാനേജിങ് അസറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ് ടു സസ്റ്റെയിൻ എ സർവീസ് ഓപ്പറേഷൻ. ഇത് പറയുന്നത് സർവീസ് ഓപ്പറേഷൻ ഉദ്ദേശിക്കുന്നതിൽ അക്വിസിഷൻ, അതുപോലെ തന്നെ ഷെഡ്യൂൾ ചെയ്യുക, എപ്പോൾ എത്തണം, എപ്പോൾ കയറ്റി അയക്കണം. മാനേജ്മെന്റ് ഓഫ് ഫെസിലിറ്റീസ്, ഇതിന്റെ ഫെസിലിറ്റീസ് മാനേജ് ചെയ്യുക. അതായത് ഈ ടെലികമ്മ്യൂണിക്കേഷൻ വഴി ഈ ഗുഡ്സ് എപ്പോൾ എവിടേക്ക് അതെങ്ങനെ കൊണ്ടുപോകണം, ഈ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുക. അസറ്റ്സ് മാനേജ്, HR ഡിപ്പാർട്ട്മെന്റിനെ മാനേജ് ചെയ്യണം. അതുപോലെ തന്നെ മെറ്റീരിയൽസ്, ഇതിനെല്ലാം ടോട്ടൽ മാനേജ്മെന്റിനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സർവീസ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതായത് വെറും ട്രക്കും ഡ്രൈവറും മാത്രമല്ല, ഇതിന്റെ പിന്നില് വർക്ക് ചെയ്യുന്ന ഒരുപാട് ഓഫീസ് സ്റ്റാഫും ഫീൽഡ് സ്റ്റാഫും അതുപോലെ തന്നെ മറ്റ് ഇലക്ട്രോണിക് സംവിധാനങ്ങളുണ്ട്. ഇതിനെല്ലാം കൂടിയിട്ടാണ് സർവീസ് ലോജിസ്റ്റിക് എന്ന് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിൽ പിന്നെ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് ലോജിസ്റ്റിക്സ് ഇൻ ദി സർവീസ് സെക്ടർ. സർവീസ് സെക്ടർ ഉദ്ദേശിക്കുന്ന ഇതാണ് ഗവൺമെന്റ് സർവീസ്, അതായത് വാട്ടർ സപ്ലൈ, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി. ഇപ്പൊ നമുക്ക് ഗ്യാസ് സർവീസ് മെട്രോ സിറ്റീസിലെല്ലാം ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതായത് നമ്മൾ വീട്ടിലിപ്പോ ഗ്യാസ് സിലിണ്ടർ മേടിച്ചിട്ടാണല്ലോ നമ്മളിപ്പോ പാകം ചെയ്യുന്നത്. അതിന് നമുക്കിനി ഇപ്പോ ഞങ്ങളുടെ ഏരിയയിൽ വരെ എന്ത് ചെയ്ത് കഴിഞ്ഞു, ഗെയിൽ പൈപ്പ് ലൈൻ, ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ അവരുടെ പൈപ്പ് ലൈൻ ഇട്ട് പോയി കഴിഞ്ഞിട്ടുണ്ട്. ഒരു വർഷത്തിനുള്ളിൽ തന്നെ അതിൽ കൂടെ ഗ്യാസ് വരാൻ തുടങ്ങി. ഇതാണ് പബ്ലിക് യൂട്ടിലിറ്റി സർവീസ് എന്ന് പറയുന്നത്. മെയിനായിട്ട് പബ്ലിക് യൂട്ടിലിറ്റി സർവീസസ് വരുന്നത് വാട്ടറിന്റെ ഇലക്ട്രിസിറ്റി ആണ്. ഇപ്പൊ അതിന്റെ കൂടെ നമുക്ക് എന്തുണ്ടാവും, ഗ്യാസും കൂടി വരുന്നുണ്ട് കേട്ടോ. പിന്നെ പോസ്റ്റൽ സർവീസസ്, പിന്നെ അർബൻ സോളിഡ് വേസ്റ്റ് കളക്ഷൻ. ഇപ്പൊ നമ്മുടെ നാട്ടില് ഹരിത കർമ്മസേന സംവിധാനമൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ കേരളത്തിലുണ്ട്, മറ്റു സ്ഥലത്തുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. സോളിഡ് വേസ്റ്റ് കളക്ട് ചെയ്യുക, ഇത് കളക്ട് ചെയ്ത് കൊണ്ട് വേറെ സ്ഥലത്ത് കൊണ്ടുപോയി ഒരു വെയർ ഹൗസിൽ കൊണ്ടുപോയി അത്
സെഗ്രിഗേറ്റ് ചെയ്യുക, ഏതൊക്കെയാണ് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നത്, ഏതൊക്കെ റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നില്ല. അതിൽ പ്ലാസ്റ്റിക് ഐറ്റംസ് എന്താണ്, മെറ്റാലിക് ആയിട്ടുള്ള അലുമിനിയം, കോപ്പർ, അയേൺ എന്താണ്, അതെല്ലാം വേർതിരിച്ച് അത് പ്രത്യേകം എന്താ പറയാ പാക്ക് ചെയ്ത് അത് അതിൽ പ്രത്യേകം സൈഡിലാക്കിയിട്ട് അത് റീസൈക്ലിങ്ങിന് അയച്ച് അങ്ങനെ റീസൈക്ലിംഗ് പ്രൊഡക്റ്റ് റീസൈക്കിൾ അയക്കുമ്പോൾ തന്നെ നല്ലൊരു വരുമാനം ഈ വഴിയിലൂടെ കിട്ടുന്നതായിരിക്കും. അപ്പൊ അതുകൊണ്ട് ആ സംവിധാനത്തിനാണ് അർബൻ സോളിഡ് വേസ്റ്റ് കളക്ഷൻ എന്ന് പറയുന്നത്. ഇനി മെയിൻ്റെനൻസ് ഇൻഫ്രാസ്ട്രക്ചർ, അതായത് റോഡ്, ഇലക്ട്രിസിറ്റി നെറ്റ്വർക്ക് മെയിൻ്റെനൻസ്, ഇത് നമുക്ക് എന്താണ് പറയുന്നത്, പബ്ലിക് യൂട്ടിലിറ്റി സർവീസ് എന്നുള്ള ഭാഗത്തിലാണ് ഇത് വരുന്ന. മെയിൻ്റെനൻസ് ഇൻഫ്രാസ്ട്രക്ചർ, റോഡും അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി നെറ്റ്വർക്ക്, അത് കാര്യങ്ങളൊക്കെ വരുന്നത് ആ ഭാഗത്താണ്. അവസാനമായിട്ട് വരുന്ന ഭാഗമാണ് ദി ലോജിസ്റ്റിക് മാൻഡേറ്റ് ക്രിയേറ്റിംഗ് വാല്യൂ ഫ്രം ഒറിജിൻ ടു കൺസംപ്ഷൻ, അതായത് ഒറിജിനൽ ഡെസ്റ്റിനേഷൻ ടു കൺസ്യൂമർ ഡെസ്റ്റിനേഷൻ, അതായത് എവിടെ നിന്ന് ഇത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു അവിടെ നിന്ന് കസ്റ്റമറുടെ കയ്യിലേക്ക് എത്തുന്ന വരെയുള്ള ചാനലാണ് നമുക്കിവിടെ കാണിച്ചിരിക്കുന്നത്. അതെങ്ങനെയാണ്? മാക്സിമം കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. നമുക്ക് ഡ്യുവൽ പില്ലർ ഗോൾ, അതായത് രണ്ട് തൂണ്, എന്താ പറയുക, ഒന്ന് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനും ഒന്ന് മറ്റേത് എന്താണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ കമ്പനി പ്രോഫിറ്റും കൂടി വേണം. കമ്പനിക്ക് പ്രോഫിറ്റ് ഇല്ലെങ്കിൽ കമ്പനിക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. ഇതിൽ നമ്മളിപ്പോ PPT പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമ്മുടെ പുസ്തകത്തിന് വേറെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ദി മാനേജ്മെന്റ് ഓഫ് ഫ്ലോ ഓഫ് തിങ്സ് ബിറ്റ്വീൻ ദി പോയിന്റ് ഓഫ് ഒറിജിൻ മീൻസ് വേർ ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ടു ദ പോയിന്റ് ഓഫ് കൺസംപ്ഷൻ, എവിടെയാണത് ഉപയോഗിക്കുന്നത്, ആരാണ്, അല്ലെങ്കിൽ ഫൈനൽ ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ ഫൈനൽ കൺസ്യൂമർ ആരാണ്, അവിടെ വരയ്ക്കും. മീറ്റ് ദ റിക്വയർമെന്റ്സ് ഓഫ് കസ്റ്റമേഴ്സ് ആൻഡ് കോർപ്പറേഷൻസ്, കസ്റ്റമേഴ്സും കോർപ്പറേഷനും, അതായത് വലിയ സ്ഥാപനങ്ങളിലൊക്കെ ഇപ്പോൾ കോർപ്പറേറ്റ് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. കാരണം ഇതിന് വലിയൊരു കോർപ്പറേറ്റ് സംവിധാനം ഉണ്ടെങ്കിലാണ് ഇപ്പോഴത്തെ ട്രാൻസ്പോർട്ടിംഗ് സംവിധാനം തന്നെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ മാക്സിമം കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനോട് കൂടി, അതുപോലെ തന്നെ നമുക്ക് മാക്സിമം പ്രോഫിറ്റും കൂടി ബിസിനസിന്റെ ഒരു ഭാഗമാണ്. പക്ഷെ പ്രോഫിറ്റ് മോട്ടീവ് മാത്രം ആകാനായിട്ട് പാടില്ല എന്നൊരു പ്രശ്നം മാത്രമേ ഇതിലുള്ളൂ. റിയലൈസ്ഡ് ബൈ മാക്സിമൈസിങ് ലോങ് ടേം പ്രൊഫിഷ്യൻസി ആൻഡ് അച്ചീവിംഗ് ദി ലോവസ്റ്റ് ടോട്ടൽ കോസ്റ്റ് ഫോർ എ ഗിവൺ ലെവൽ ഓഫ് കസ്റ്റമർ സർവീസ് കൂടി കൊടുക്കും. അപ്പോൾ സാധാരണയായിട്ട് മറ്റു ടെക്നിക്കലും അതുപോലെ ഇലക്ട്രോണിക്സ് ആയിട്ടുള്ള ഐറ്റംസിനൊക്കെ നിശ്ചിത സമയങ്ങളിൽ നമ്മൾ ഗ്യാരണ്ടി, വാറണ്ടി എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. അതും എല്ലാം ഒബേ ചെയ്തുകൊണ്ട് തന്നെ കമ്പനിക്ക് ആവശ്യമുള്ള പ്രോഫിറ്റും കൂടി ഉണ്ടാകണം. പ്രോഫിറ്റും വേണം, അതോടൊപ്പം എന്ത് വേണം, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ചെയ്ത ഫസ്റ്റ് മാൻഡേറ്റ്. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കഴിഞ്ഞാൽ പിന്നെ എന്താണ്, പ്രോഫിറ്റ്. ഓരോ സ്ഥാപനത്തിനും അവരുടേതായിട്ടുള്ള പ്രോഫിറ്റ് സംവിധാനങ്ങളും ആവശ്യമാണ്. പിന്നെ ഇതിൽ പറയാത്ത 1-2 കാര്യങ്ങൾ പറയുന്നുണ്ട്, അതും കൂടി ഞാൻ പറയാം. വെർട്ടിക്കൽ ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞ ഒരു ഭാഗം ഇവിടെ വരുന്നുണ്ട്. അതായത് ചില കമ്പനികൾ അവരുടെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ ഉപയോഗിക്കുകയാണ്. അങ്ങനെയുള്ള സംവിധാനത്തിനാണ് വെർട്ടിക്കൽ ലോജിസ്റ്റിക് എന്ന് ഇവിടെ പറയുന്നത് കേട്ടോ. അതായത് ചില ഡിഫറെന്റ് പ്രൊഡക്ട്സ് മാനേജേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് സപ്ലയേഴ്സ് ഫോർ ദെയർ ഓൺ ടൈപ്പ് വിച്ച് ആർ കോൾഡ് വെർട്ടിക്കൽ ലോജിസ്റ്റിക്. ഉദ്ദേശിക്കത്തുള്ളൂ അവർക്ക് അവരുടേതായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ചാനൽ അവരയിലുണ്ട്. പിന്നെ 1-2 ഭാഗങ്ങൾ പറയുന്നത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ഭാഗമാണ്. ലൈഫ് സൈക്കിൾ, ലൈഫ് സപ്പോർട്ട് ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ഭാഗങ്ങളാണ്. ആക്ടിവിറ്റീസ് ആണ് 7 ക്ലാസിഫിക്കേഷൻ ലോജിസ്റ്റിക്സ്. ഇൻബൗണ്ട്, അപ്സ്ട്രീം, അപ്പൊ ഏകദേശം നമുക്ക് ഈ യൂണിറ്റിലെ ഒരുവിധം ഭാഗങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു. ഇനി ഇതിൽ നമുക്ക് എന്തെങ്കിലും ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ, കാരണം നമുക്കൊരു യൂണിറ്റ് 1 മണിക്കൂറിനകത്ത് നമുക്ക് തീരും വേണം. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള തിരക്കുകളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. ആ സമയത്ത് നമ്മൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇതില് എന്തെങ്കിലും സംശയമുള്ളവർക്ക് ചോദിക്കാവുന്നതാണ്. താങ്ക് യു സർ. ക്ലാസ് കഴിഞ്ഞല്ലേ? ക്ലാസ് കഴിഞ്ഞു. ഇപ്പൊ ഞാൻ ആർക്കെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാൻ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് കൊടുക്കാതെ. യെസ്, കുഴപ്പമില്ല. നമുക്ക് പാർട്ടിസിപ്പൻസ് കുറവായിരിക്കും, കാരണം പലവരും പല തിരക്കുകളാണ്. ഡിസ്റ്റൻസ് തന്നെ അങ്ങനെയാണോ, അവന്റെ സൗകര്യം പോലെയല്ലേ? അതെ, അത്രയുള്ളത്. കാരണം ഇത് നമുക്കൊരു ടൈം ഗ്യാപ്പ് കിട്ടുമ്പോൾ ചെയ്യാവുന്ന ഒരു സംവിധാനമാണ് ആളുകൾക്ക്. അപ്പോ പലവരും ജോലിന്റെ ഇടയിലായിരിക്കും.
അല്ലെങ്കിൽ മറ്റു തിരക്കുള്ള വലിയ സൗകര്യം പോലെ അവര് വീഡിയോസ് കണ്ട് കേട്ട് സൗകര്യം പോലെ പഠിക്കലുണ്ടാകുക. അതങ്ങനെ നല്ല തന്നെ. ക്ലാസ് ആയിരുന്നു. ഇതേപോലെ ഡിസ്റ്റൻസ് മോഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണല്ലോ. ഇതിനെ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. അങ്ങനെ തന്നെയാണ്. നമുക്ക് ചെയ്യാവുന്നത് കുട്ടികൾക്ക് പരമാവധി നമുക്ക് അറ്റിക്കുറിച്ചിട്ട് പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ഒരു ഐഡിയ ഉണ്ടാക്കി കൊടുക്കുക, കോൺഫിഡൻസ് ഉണ്ടാക്കി കൊടുക്കുക. ഇതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതെ, ബാക്കി പിന്നെ അവർക്ക് തന്നെത്താൻ ചെയ്യാൻ സാധിക്കുമല്ലോ, ചെറിയ കുട്ടികളല്ലല്ലോ. അതെ അതെ മെറ്റീരിയൽ വായിച്ച് പെട്ടെന്ന് മനസ്സിലായിക്കോണമെന്നില്ല, പക്ഷെ ഇത് കേട്ടുകൊണ്ട് മെറ്റീരിയൽ വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും. അതാണ് ഇതിന്റെ പ്രത്യേകത. ഐഡിയ അങ്ങനെയാണ് അതാണ് PPT ഉദ്ദേശിക്കുന്നത്. അതായത് മൊത്തത്തിൽ അതിന്റെ ഓവറോൾ പിക്ചർ കിട്ടും, പിന്നെ ചിത്രങ്ങൾ ഉണ്ടാകുമ്പോൾ കോർത്തു വെക്കാൻ പറ്റും. അതിനുശേഷം മെറ്റീരിയൽ വായിച്ചാൽ കുറച്ച് ഐഡിയ കിട്ടും. അല്ലെങ്കിൽ എന്താ വെച്ചാൽ കുറെ സമയം പിടിക്കും. ഒന്ന് വേർഡ് തിരിയില്ല, 2 വേർഡ് തിരിയുമ്പോൾ കോൺസെപ്റ്റ് മനസ്സിലാവില്ല, കോൺസെപ്റ്റ് മനസ്സിലാവുമ്പോൾ കണക്ഷൻ പോകും, ത്രെഡ് പോകും. അതൊക്കെ ഈ ആ ഒരു 7 C's പറഞ്ഞ സാധനം, 7 റൈറ്റ്സ് ഒക്കെ പറഞ്ഞ സാധനം അത് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. വരും, 6 മാർക്കിനൊക്കെ വരും. എന്തായാലും നല്ല ക്ലാസ് ആയിരുന്നു. ടൈപ്പ് വരാൻ സാധ്യതയുള്ളതാണ്. അത് വളരെ സിമ്പിൾ ആയിട്ട് ഓർമ്മിക്കാൻ പറ്റുന്നതാണ്. അതെ ശരിയായ നമ്മളെ തലമുറയല്ല, പുതിയ തലമുറയാണ്. അവർക്ക് നല്ല ടെക്നിക്കുകളും ജെൻസി ആണല്ലോ. അവരുടെ ഐക്യു ഭയങ്കര ഫാസ്റ്റ് അല്ലേ. എന്തായിരുന്നാലും നല്ല ക്ലാസ് ആയിരുന്നു സാറ്. ഓക്കെ സാർ. താങ്ക് യു. ഓക്കെ, ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ.